ജന്മം നൽകി അനുഗ്രഹിച്ച മാതാപിതാക്കളെയും, അറിവിന്റെ പാതയിലേക്ക് വിരൽ ചൂണ്ടിത്തന്ന ഗുരുനാഥന്മാരെയും, അറിവ് നൽകി അനുഗ്രഹിക്കുന്ന ഈ മഹാപ്രപഞ്ചത്തെയും, അതോടൊപ്പം ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന ഗുരുതുല്യരായ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളോടുകൂടി, അനുഗ്രഹങ്ങളോടുകൂടി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഇന്നത്തേത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഷയമാണ്. ആത്മീയത. ആത്മീയത, അതുപോലെ തന്നെ ആകർഷണ നിയമം. ഇത് രണ്ടും എന്താണ് ബന്ധം, അല്ലെങ്കിൽ എന്താണ് വ്യത്യസ്തത, ഇതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ശരിക്കും ഇത് വളരെ ആഴത്തിലുള്ള ഒരു യാത്ര തന്നെയാണ്, വളരെ ആഴത്തിലുള്ള ഒരു യാത്ര. അതായത് ഈ ആഴത്തിലുള്ള യാത്ര എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ എവിടേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്? അത് മറ്റെവിടേക്കുമല്ല, നമ്മുടെ സ്വന്തം മനസ്സിലേക്ക് തന്നെയാണ് യാത്ര ചെയ്യുന്നത്. ശരിക്കും ആത്മീയത അഥവാ സ്പിരിച്വാലിറ്റി എന്ന് കേൾക്കുമ്പോൾ പലരും ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ മനസ്സിൽ ആദ്യം വരുന്നത്, ഏതെങ്കിലും ഒരു മതത്തിന്റെ ആചാരങ്ങൾ, അല്ലെങ്കിൽ കാഷായമെടുത്ത ഒരു സന്യാസ ജീവിതം, പ്രത്യേക വിധത്തിലുള്ള വേഷവിധാനങ്ങളോട് കൂടിയ, അല്ലെങ്കിൽ ആചാരക്രമങ്ങളോട് കൂടിയ, ഭക്ഷണ ക്രമീകരണങ്ങളോട് കൂടിയ വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിതം എന്നൊക്കെയാണ്. പക്ഷെ വാസ്തവത്തിൽ അതൊന്നുമല്ല യഥാർത്ഥ ആത്മീയത എന്ന് പറയുന്നത്. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ആത്മീയത എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടുമുള്ള ഒരു സ്വയം അവബോധമാണ്, സെൽഫ് അവയർനെസ്. അപ്പോൾ സ്വയം ഒരു അവബോധം നേടുക എന്നുള്ളതാണ്. നമ്മൾ ആരാണ് എന്നും നമ്മുടെ മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നും തിരിച്ചറിയുന്ന ആ ഒരു നിമിഷത്തിലാണ് ഒരാളുടെ യഥാർത്ഥ ആത്മീയ യാത്ര ആരംഭിക്കുന്നത്. ബുദ്ധനും ശ്രീ ശങ്കരനും എല്ലാം അന്വേഷിച്ചതും അത് തന്നെയാണ്. ഞാൻ ആരാണ്? ഈ ഒരു ചോദ്യത്തിലൂടെയാണ് അവരെല്ലാവരും യാത്ര തുടങ്ങിയത്. ചിലരെല്ലാം അതിന് ചില ഉത്തരങ്ങൾ കണ്ടെത്തി, മറ്റു ചിലര് ആ യാത്ര അനന്തമായിട്ട് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എന്തു തന്നെയായാലും ഈ ഒരു ചോദ്യമാണ്, ഈ ഒരു ചിന്തയാണ് ആത്മീയതയിലേക്കുള്ള യാത്രയുടെ ആരംഭം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ യാത്രയിൽ ഏറ്റവും വലിയ കരുത്ത് എന്താണ്? സാധാരണഗതിയിൽ നമ്മളൊരു യാത്ര പുറപ്പെടുന്ന സമയത്ത് അവിടെ കൃത്യമായിട്ടുള്ള ചില തയ്യാറെടുപ്പുകൾ ഉണ്ടാകും. ചിലപ്പോൾ വാഹനങ്ങൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്രമീകരണങ്ങൾ ഉണ്ടാകും. പക്ഷെ ഈ ആത്മീയത എന്ന് പറയുന്ന ഈ ലോകത്തിലേക്കുള്ള മാർഗത്തില് അവിടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അവനവന്റെ തന്നെ മനസ്സാണ്. വേണമെങ്കിൽ നമുക്കതിനെ ഉപബോധ മനസ്സ് എന്ന് പറയാം. ഉപബോധ മനസ്സ്. എന്താണ് യഥാർത്ഥ ആത്മീയത എന്ന് പലയിടങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ആത്മീയത എന്ന് പറയുന്നത് നമ്മൾ പുറത്തെവിടേക്കോ പോയിട്ട്, നമ്മുടെ ചുറ്റുപാടുകളിൽ എവിടേക്കോ പോയിട്ട് അന്വേഷിച്ച് കണ്ടെത്തുന്ന ഒന്നല്ല ശരിക്കും ആത്മീയത. അത് നമ്മുടെ എല്ലാവരുടെയും, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ തന്നെയുണ്ട്. അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുമല്ല. നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള അനന്തമായിട്ടുള്ള ആ ചൈതന്യത്തെ തിരിച്ചറിയുക. അത് ശരിക്കും എന്താണ്, എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അവബോധം. അതോടൊപ്പം തന്നെ നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ഒക്കെ പൂർണ്ണമായിട്ടും നിയന്ത്രിക്കാൻ നമുക്ക് എപ്പോഴാണോ സാധിക്കുന്നത്, ആ സമയത്ത് നമ്മൾ ആത്മീയമായിട്ട് ഉണർന്നു എന്ന് പറയാം. നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും നിയന്ത്രിക്കാൻ സ്വയം സാധിക്കുക എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ എന്താണത്? നമ്മുടെ ചിന്തകളിൽ മേൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ടോ? നമ്മുടെ വികാരങ്ങളിൽ മേൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ടോ? പക്ഷേ ഈ വികാരങ്ങളിലും ചിന്തകളിലും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ആർജിക്കുക എന്നുള്ളത് കൂടിയാണ് ആത്മീയതയുടെ തുടക്കം എന്ന് പറയാം. അതായത് ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ജീവിക്കുന്നത് പുറമേ നിന്നുള്ള സാഹചര്യങ്ങളോടൊക്കെ പ്രതികരിച്ചുകൊണ്ടാണ്, നമ്മുടെ ചുറ്റുപാടുകളോട് പ്രതികരിച്ചുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ജീവിക്കുന്നത്. വേറൊരാളുടെ ഒരു വാക്ക്, ഒരു നോട്ടം, ചിലപ്പോൾ ഒരു പരാമർശം ഒക്കെ നമ്മളെ ദേഷ്യം പിടിപ്പിക്കുന്നു പലപ്പോഴും, അല്ലേ? അല്ലെങ്കിൽ ഈ വാക്കോ നോട്ടമോ പരാമർശമോ ഒക്കെ സങ്കടപ്പെടുത്തുന്നു, അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കൂ, വാസ്തവത്തിൽ ഇവിടെ നമ്മുടെ വികാരങ്ങളുടെയും ചിന്തകളുടെയും ഒക്കെ റിമോട്ട് കൺട്രോള് മറ്റാരുടെയോ കൈകളിൽ നമ്മൾ കൊടുത്തിരിക്കുകയാണ്. ശരിയല്ലേ?
പക്ഷേ യഥാർത്ഥ ആത്മീയത നമ്മളെ പഠിപ്പിക്കുന്നത് ആ റിമോട്ട് കൺട്രോള് നമ്മുടെ തന്നെ കൈകളിൽ വെക്കാനാണ്. നമ്മുടെ റിമോട്ട് കൺട്രോള് നമ്മുടെ തന്നെ സ്വന്തം കൈകളിൽ, അതായത് സ്വന്തം ചിന്തകളിൽ മുറുകെ പിടിക്കാനാണ്. അപ്പോൾ നമ്മുടെ റിമോട്ട് കൺട്രോള് നമ്മുടെ കൈകളിൽ തന്നെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളിലും വികാരങ്ങളിലും മറ്റൊരാൾക്ക് അല്ലെങ്കിൽ പുറമേ നിന്നുള്ള ഒരു സാഹചര്യത്തിന് കാര്യമായിട്ടുള്ള നിയന്ത്രണമൊന്നുമില്ലാത്ത ഒരവസ്ഥ. അതായത് മറ്റൊരാള് നമ്മളെ ദേഷ്യം പിടിപ്പിക്കാൻ ശ്രമിച്ചാൽ, സങ്കടപ്പെടുത്താൻ ശ്രമിച്ചാൽ അതൊന്നും നമ്മളെ ബാധിക്കാത്ത അവസ്ഥ. നിങ്ങൾക്കൊരു പക്ഷെ അറിയാമായിരിക്കും, ആത്മീയമായിട്ട് ഉയർന്ന വ്യക്തികൾ, കള്ളനാണയങ്ങളെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, കാരണം ഒരുപാട് കള്ളനാണയങ്ങൾ കൂടിയുള്ള ഒരു ഏരിയ ആണത്. അപ്പൊ ആത്മീയമായിട്ട് ഉയർന്ന വ്യക്തികൾ അവരുടെ അടുത്ത് പോയിട്ട് അവരെ കളിയാക്കുകയോ അവഹേളിക്കുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ അസഭ്യം പറയുകയോ ഒക്കെ ചെയ്താൽ പോലും അവരതിനെ കാര്യമായിട്ട് മൈൻഡ് ചെയ്യുന്നുമില്ല. ഒരു ചിരിക്കും, അത്രയേ ഉള്ളൂ. ആ ചിരിയുടെ അർത്ഥം എന്താണെന്ന് ഞാൻ പിന്നാലെ പറഞ്ഞുതരാം. പിന്നാലെ പോകാം. അപ്പൊ എന്റെ കാരണം ഇത് തന്നെയാണ്. പുറമേ നിന്നുള്ള വാക്കുകളോ പ്രവൃത്തികളോ സാഹചര്യങ്ങളോ ഒന്നും അവരിൽ കാര്യമായിട്ടുള്ള സ്വാധീനം ചെലുത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ക്ലിയർ ആയോ? തുടക്കത്തിൽ പറഞ്ഞു, ഈ യാത്രയുടെ കീ എന്ന് പറയുന്നത്, ഈ യാത്രയുടെ കരുത്ത് എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ഉപബോധ മനസ്സ് എന്നാണ്. അപ്പോ ഈ ഉപബോധ മനസ്സിനെ കുറിച്ച് ഒരു സാമാന്യമായിട്ടുള്ള ധാരണ തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ഈ പാതയിൽ യാത്ര ചെയ്യുന്ന ഓരോരുത്തർക്കും തീർച്ചയായിട്ടും ഉണ്ടാകണം. ഹിപ്നോസിസിലും ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സുകളിലും ഒക്കെ ഞാൻ പറയുന്നത് തന്നെയാണ് അത്. പക്ഷേ എങ്കിൽ പോലും ചിലപ്പോൾ അതിലൊന്നും പെടാത്ത കുറച്ച് പേരെങ്കിലും ഇവിടെ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ നേരത്തെ പങ്കെടുത്തിട്ടുള്ളവർക്കാണെങ്കിൽ പോലും ഒരു ഓർമ്മപ്പെടുത്തൽ എന്നുള്ള വിധത്തിൽ ഒന്ന് പരാമർശിച്ച് മുന്നോട്ട് പോകാം. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് സാമാന്യമായിട്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവണം. നമ്മുടെ മനസ്സ് പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. അതിൽ കൂടുതലും പറയാറുണ്ട്, എങ്കിൽ ഇപ്പോൾ ഇവിടെ നമുക്കത് മതി. ബോധമനസ്സ്, ഉപബോധ മനസ്സ്. അതിൻ്റെ അപ്പുറവുമുണ്ട് അബോധ മനസ്സ്, പ്രപഞ്ചബോധ മനസ്സ്, അങ്ങനെയൊക്കെ. പക്ഷെ ഇവിടെ നമുക്ക് ഈ രണ്ട് ഭാഗങ്ങൾ മതി തൽക്കാലം. ബോധമനസ്സ്, ഉപബോധ മനസ്സ്. ബോധമനസ്സ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ യുക്തി, ചിന്തകള്, തീരുമാനങ്ങള് ഇതെല്ലാം ബോധമനസ്സിന്റെ ഭാഗമാണ്. മാത്രമല്ല, നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്താണ് ബോധമനസ്സ് സജീവമായിട്ടിരിക്കുന്നത്. വളരെ വളരെ ചുരുക്കി ഞാൻ പറയുകയാണ്. ഇനി ഉപബോധ മനസ്സിനെ എടുക്കുകയാണ് എങ്കിൽ ഉപബോധ മനസ്സാണ് ശരിക്കും നമ്മുടെ എൻജിൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ശീലങ്ങള്, ഓർമ്മകള്, വികാരങ്ങള്, സ്വഭാവ സവിശേഷതകള് ഇതെല്ലാം ഉള്ളത്, ഇതെല്ലാം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് ഇത് ഉപബോധ മനസ്സിലാണ്. അതായത് ഇതിൻ്റെ എല്ലാം കൂടിയുള്ള വളരെ വലിയൊരു ഡേറ്റ ബേസ് കൂടിയാണ് ഉപബോധ മനസ്സ് എന്ന് പറയാം. ഇവിടെ ഈ ബോധമനസ്സ് എന്ന് പറയുന്നത് ഒരു ഗേറ്റ് കീപ്പറെ പോലെയാണ്. ഒരു ഗേറ്റ് കീപ്പറെ പോലെയാണ്, അതായത് ഒരു വാച്ച്മാനെ പോലെയാണ്. അതായത് അത് യുക്തിസഹമായിട്ട് തന്നെ ചിന്തിക്കും, ചോദ്യം ചെയ്യും, ഇതെല്ലാം ചെയ്യും. ശരി തെറ്റുകളെല്ലാം കൃത്യമായിട്ട് അതിൻ്റെ വിവേചന ബുദ്ധി ഉപയോഗിച്ച് വിശകലനം ചെയ്യും. പക്ഷേ ഉപബോധ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതിന് ചോദ്യം ചെയ്യലില്ല, അതിന് യുക്തിയില്ല. അതുകൊണ്ട് തന്നെ അവിടെ ശരിയും തെറ്റും വേർതിരിക്കാൻ സാധാരണഗതിയിൽ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ബോധമനസ്സ് എന്താണോ വിശ്വസിക്കുന്നത്, എന്തെല്ലാം നിർദ്ദേശങ്ങളാണോ ബോധമനസ്സിൽ നിന്നും അതിലേക്ക് കിട്ടുന്നത്, അത് അതേപടി വിശ്വസിക്കുകയും അല്ലെങ്കിൽ അതേപടി രേഖപ്പെടുത്തുകയും അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു ശക്തി കൂടി ഉപബോധ മനസ്സിനുണ്ട്. ഈ അത്ഭുതകരമായിട്ടുള്ള ശക്തിയാണ് വാസ്തവത്തിൽ നമ്മൾ ലോ ഓഫ് അട്രാക്ഷനിലൊക്കെ ഉപയോഗിക്കുന്നത്. മാത്രമല്ല, ഈ അത്ഭുതകരമായിട്ടുള്ള ശക്തി എന്ന് പറയുമ്പോൾ ആ അത്ഭുതത്തെ തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ, ഈ അത്ഭുതത്തെ തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതേ അത്ഭുത ശക്തി തന്നെ ആ വ്യക്തിക്ക് എതിരായിട്ട് പ്രവർത്തിക്കും. അതെങ്ങനെയാണ് എന്ന് നമുക്ക് പറയാം, മുന്നോട്ട് പോകുമ്പോൾ പറയാം.
അപ്പോ ഈ ഉപബോധ മനസ്സിന്റെ ശക്തിയെക്കുറിച്ച് പ്രായോഗികമായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ സാധാരണ ക്ലാസ്സുകളിലൊക്കെ പറയുന്ന ലളിതമായിട്ടുള്ള ഒരു ഉദാഹരണം തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഡ്രൈവിംഗ് പഠിക്കുന്ന ആ തുടക്ക കാലഘട്ടങ്ങളിൽ, തുടക്കത്തിലെ സമയം ഒന്ന് ഓർത്തു നോക്കിയാലേ അവിടെ വാസ്തവത്തിൽ നമ്മുടെ ബോധമനസ്സാണ് എല്ലാ സമയവും പ്രവർത്തിക്കുന്നത്. അവിടെ സ്റ്റിയറിംഗ് എവിടെ തിരിക്കണം, എത്രത്തോളം തിരിക്കണം, ക്ലച്ച് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്, ഗിയർ ഏത് സാഹചര്യത്തിലാണ് മാറ്റേണ്ടത്, ഇതെല്ലാം നമ്മൾ വളരെ ശ്രദ്ധിച്ച്, ചിലപ്പോൾ പേടിച്ച് ആശങ്കയോട് കൂടിയിട്ടായിരിക്കും നമ്മൾ ചെയ്തിരിക്കുന്നത്, അല്ലേ? ചിലപ്പോൾ ചെറിയൊരു ശബ്ദം കേട്ടാൽ പോലും നമ്മൾ വണ്ടി അവിടെ നിർത്തിപ്പോവും, മുന്നോട്ട് പോകാനാവില്ല. കാരണം നമുക്ക് ആകെ കൺഫ്യൂഷനാ. മുന്നിൽ നിന്നാണോ ഹോൺ കേട്ടത്, പിന്നിൽ നിന്നാണോ, വശങ്ങളിൽ നിന്നൊക്കെ ആണോ, നമുക്ക് ആകെ കൺഫ്യൂഷനാണ്. ശരിയല്ലേ? വളരെ ശ്രദ്ധയോടുകൂടിയിരിക്കണം, വളരെ ശ്രദ്ധയോടുകൂടി. എനിക്കൊക്കെ എപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ആദ്യം ടൂ വീലർ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് വലത് കൈ ഇങ്ങനെ വിരല് ഫ്രണ്ട് ബ്രേക്കിലും, ഇടത് കൈയിലെ ക്ലച്ച് ലിവറും, അതുപോലെ വലത് കാലിൻ്റെ മുകളിൽ ബ്രേക്കും, സോറി, ബ്രേക്കിൻ്റെ മുകളിൽ വലത് കാലും, ഗിയർ ലിവറിൻ്റെ മുകളിൽ ഇടത് കാലും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ തയ്യാറായിരിക്കുന്ന ഒരവസ്ഥ, തയ്യാറായിരുന്നു ഓടിക്കുന്ന ഒരവസ്ഥ. തയ്യാറായിരിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ബ്രേക്ക് ചെയ്യേണ്ടത്, എപ്പോഴാണ് ക്ലച്ച് കൊടുക്കേണ്ടത്, എപ്പോഴാണ് ഗിയർ ചേഞ്ച് ചെയ്യേണ്ടത്, ഈ ഒരു 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 ആക്ഷന് തയ്യാറായി നിൽക്കുന്ന ഒരവസ്ഥ. പക്ഷേ നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത്, മുന്നോട്ട് പോകുക മീൻസ് കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ആവുന്ന സമയത്ത് നമുക്കറിയാം ഇതൊന്നും നമ്മൾ ബോധപൂർവം നിയന്ത്രിക്കേണ്ടതില്ല എന്നുള്ളത്. കുറച്ചു കാലത്തെ കൃത്യമായിട്ടുള്ള പരിശീലനം കൊണ്ട് വാസ്തവത്തിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അതായത് ബോധമനസ്സിലൂടെ കിട്ടിയ ഈ നിർദ്ദേശങ്ങളെല്ലാം, ഈ ഡേറ്റകളെല്ലാം നമ്മുടെ ഉപബോധ മനസ്സ് അതങ്ങ് ഏറ്റെടുക്കും. അത് ഏറ്റെടുത്തു കഴിഞ്ഞാലോ എന്താ സംഭവിക്കുക? പിന്നെ നമ്മൾ ബോധമനസ്സറിയാതെ, ബോധമനസ്സെന്ന് പറയാൻ നമ്മൾ പോലും അറിയാതെ ഇതെല്ലാം സ്വയം അങ്ങ് സംഭവിക്കും. സ്വയം അങ്ങ് നാച്ചുറലായിട്ട് അവിടെ സംഭവിക്കും. പലപ്പോഴും നമ്മൾ ഡ്രൈവ് ചെയ്തിട്ട് ദീർഘദൂരം പോകുന്ന സമയത്ത്, ഒരുപാട് ലോങ് ഡിസ്റ്റൻസ് ഡ്രൈവിൽ പോകുമ്പോൾ ചിലപ്പോൾ ഇപ്പുറത്തെ ഒരു ടൗൺ കഴിഞ്ഞു, ഇപ്പുറത്തെ ഒരു ജംഗ്ഷൻ കഴിഞ്ഞു നമ്മൾ തിരിച്ചറിയുന്നത് പോലും അപ്പുറത്തെ 2 ജംഗ്ഷൻ പിന്നിട്ടതിന് ശേഷമായിരിക്കും. ശരിയല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പുറത്തെ 2 ജംഗ്ഷൻ ആരാ പിന്നിട്ടത്? ആരാ അവിടെ നിയന്ത്രിച്ചത്? നമ്മുടെ ഉപബോധ മനസ്സ്. അപ്പൊ ബോധമനസ്സ് എവിടെയായിരുന്നു? ബോധമനസ്സ് ആ സമയത്ത് പാട്ട് കേൾക്കുകയോ അടുത്തിരിക്കുന്ന ആളോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ വഴിയിലെ കാഴ്ചകൾ കാണുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാകാം. എന്തായാലും നമ്മളല്ല. ശരിയല്ലേ? അതുപോലെ തന്നെ മുന്നിൽ ഒരു കുഴി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കാലുകൾ സ്വാഭാവികമായിട്ട് നമ്മൾ പോലും അറിയാതെ ബ്രേക്കിലേക്ക് പോകും. ആവശ്യത്തിന് ബ്രേക്ക് ചെയ്യും. പണ്ട് തുടങ്ങിയ സമയത്ത് അങ്ങനെയില്ല, ചിലപ്പോൾ സോഡൻ ചവിട്ടി വണ്ടി ടക്കേന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തും, അല്ലേ? ഇപ്പൊ അങ്ങനെയല്ല, ആവശ്യത്തിന് ബ്രേക്ക് ചെയ്യും, ആവശ്യത്തിന് ബ്രേക്ക് ചെയ്യും. കൃത്യമായിട്ട് നമ്മൾ പോലും അറിയാതെ മുന്നിൽ നിൽക്കുന്ന വാഹനത്തിന്റെ പിന്നിൽ വളരെ കൃത്യമായിട്ട് സേഫ് ആയിട്ടുള്ള ഡിസ്റ്റൻസിൽ കൊണ്ട് നിർത്താൻ നമുക്ക് സാധിക്കും. അപ്പൊ ഇവിടെ എല്ലാം സംഭവിച്ചത് തുടർച്ചയായിട്ടുള്ള ഈ ഒരു പരിശീലനത്തിലൂടെ, ഈ പ്രവർത്തനങ്ങളിലൂടെ ബോധമനസ്സ് ഉപബോധ മനസ്സിലേക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തു. ഉപബോധ മനസ്സ് കൃത്യമായിട്ട് പ്രോഗ്രാം ചെയ്യപ്പെട്ടു. ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ സാഹചര്യത്തിൽ വാസ്തവത്തിൽ വണ്ടി ഓടിക്കുന്നത് നമ്മുടെ ഉപബോധ മനസ്സാണ്. ബോധമനസ്സിന്റെ ചില ഇടപെടലുകൾ ചില സാഹചര്യങ്ങളിൽ മാത്രം കൊടുത്താൽ മതിയാവും. ബാക്കിയെല്ലാം ഉപബോധ മനസ്സ് വളരെ സ്മൂത്തായിട്ട് റൺ ചെയ്തോളൂ. ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് ഇത് വന്നാൽ എന്താണ് സംഭവിക്കുന്നത്? ഇതേ കാര്യം തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത്. അതായത് ഇവിടെ ഡ്രൈവിങ്ങിന്റെ കാര്യത്തില് നമ്മൾ ഡ്രൈവിംഗ് പരിശീലനത്തിന്റെ തുടക്കത്തില് നമ്മൾ എന്തൊക്കെയാണോ ഡേറ്റകൾ കിട്ടിയിരിക്കുന്നത്, നമ്മൾ ഏത് വിധത്തിലാണോ പരിശീലിച്ചിരിക്കുന്നത്, അതേ വിധത്തിൽ തന്നെയാണ് നമ്മൾ പിന്നെ മുന്നോട്ട് ഓടിച്ചു പോകുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടേഴ്സ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ചില കാര്യങ്ങൾ പറയുന്നത്. സ്റ്റിയറിംഗ് എങ്ങനെ പിടിക്കണം, ഇടത് കാലം എവിടെ വെക്കണം, വലത് കാലം എവിടെ വെക്കണം. ചില ആളുകൾ ബ്രേക്കിന്റെ മുകളിലൊക്കെ ഇങ്ങനെ കാല് വെച്ച് പോകുന്ന അത് വരുന്ന സമയത്ത് അവർ പറയും നോ, അവിടെ എല്ലാ കാലും വെക്കേണ്ടത് എന്ന് പറയാറുണ്ട്, ഇല്ലേ? കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ആ സമയത്ത് പരിശീലിക്കുന്നത് തെറ്റായിട്ടുള്ള വിധത്തിലാണ് എങ്കിൽ പിന്നീട് അങ്ങനെ തന്നെ അത് സംഭവിക്കും. അല്ലെങ്കിൽ പിന്നീട് അത് മാറ്റിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് അന്ന് പഠിപ്പിച്ചിരുന്ന ഇൻസ്ട്രക്ടർ പറഞ്ഞു, ചെരുപ്പ് ഊരിയിട്ടിട്ട് ഡ്രൈവ് ചെയ്യണം. ചെരുപ്പ് ഒരു വാഹനത്തിന് പുറത്തിടാനല്ല പറഞ്ഞത്, വാഹനത്തിൻ്റെ ഉള്ളിൽ തന്നെ ചെരുപ്പ്, അതായത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ചെരുപ്പ് ധരിക്കാൻ അദ്ദേഹം സമ്മതിക്കില്ല.
അപ്പോൾ ഡ്രൈവിംഗ് ഒക്കെ പരിശീലിച്ചു. പക്ഷേ ഞാൻ സ്വന്തമായിട്ട് കാർ വാങ്ങുന്ന സമയത്തും എനിക്ക് ചെരുപ്പിട്ട് ഓടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ചെരുപ്പ് പിന്നെയും അഴിച്ചു വെക്കാം, സാരിയില്ല. പക്ഷെ ഷൂ ഒക്കെ ഇടുന്ന സമയത്തോ ആകെ ബുദ്ധിമുട്ടായി. ഇത് ഞാൻ പിന്നീട് ഒരുപാട് പരിശീലിച്ചിട്ടാണ്, പ്രത്യേകം ഞാൻ ഇങ്ങനെ പരിശീലിച്ചിട്ടാണ് ആ ഒരു സ്വഭാവത്തിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ചില മാറ്റങ്ങൾ വരുത്തിയത്. അപ്പൊ അതുപോലെ നമ്മൾ ബോധപൂർവം തന്നെ പരിശീലിക്കുകയാണ് എങ്കിൽ ഈ ഡേറ്റകളിലൊക്കെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എനിക്ക് ചെരുപ്പ് ഉപയോഗിച്ചിട്ടും ഷൂ ഉപയോഗിച്ചിട്ടും ഒക്കെ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എപ്പോഴാ? അങ്ങനെ ഒന്ന് വേണമെന്നും അതില്ലാതെ ഡ്രൈവ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ സമയത്താണ് ഞാനത് പരിശീലിക്കാൻ തുടങ്ങിയത്. അതിലൂടെയാണ് എനിക്കത് നേടിയെടുക്കാൻ സാധിച്ചത്. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെറുപ്പം മുതൽ തന്നെ കേട്ട് വളർന്നിരിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ, ഇതെല്ലാം ഉപബോധ മനസ്സിൽ പ്രോഗ്രാം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ എനിക്കൊന്നിനും കഴിവില്ല. പ്രത്യേകിച്ച് പണത്തിന്റെ കാര്യത്തിലാണെങ്കിൽ എനിക്ക് പണമുണ്ടാക്കാൻ കഴിയില്ല. എൻ്റെ ജീവിതം ദുരിതപൂർണമാണ്, അല്ലെങ്കിൽ നമ്മളൊക്കെ പാപങ്ങളാണ്, നമ്മളൊക്കെ സാധാരണക്കാരാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ കേട്ടിട്ടാണ് ഒരു വ്യക്തി വളരുന്നത് എങ്കിൽ ഉപബോധ മനസ്സ് അത് സത്യമാണ് എന്ന് വിശ്വസിക്കും. അതേ വിധത്തിലുള്ള സാഹചര്യങ്ങൾ തന്നെ അതാത് വ്യക്തികളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യും, കൊണ്ടുവരികയും ചെയ്യും. കാരണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അതിനനുസരിച്ചിട്ടാണ് ഉപബോധ മനസ്സ് പ്രോഗ്രാം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനാനുപാതികമായിട്ടുള്ള വ്യക്തികള്, സാഹചര്യങ്ങള്, അതിലൂടെ കടന്നു പോകാൻ മാത്രമായിരിക്കും ഉപബോധ മനസ്സ് ആഗ്രഹിക്കുന്നത്. പിന്നെ സിമിലാരിറ്റി എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങളൊരു ഫംഗ്ഷന് പോവുകയാണെന്ന് വിചാരിച്ചോളൂ. നിങ്ങൾ സാധാരണ ഒരു പാൻസും ഷർട്ടും ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പൊ നിങ്ങൾ ആ ഫംഗ്ഷൻ എത്തുന്ന സമയത്ത് അവിടെ കുറെ പേര് കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പുറത്തെ 3-4 പേര് പാൻസും ഷർട്ടും ഇട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾ ഏത് ഭാഗത്തായിരിക്കും പോയി നിൽക്കുക? ഒന്ന് പറയാമോ? ഞാൻ മ്യൂട്ട് മാറ്റി തരാം. ഒരു നിമിഷം. ശരി, നിങ്ങൾ ഏത് ഭാഗത്തായിരിക്കും പോയി നിൽക്കുക? ഒന്ന് പറഞ്ഞു നോക്കൂ. ഇനി നിങ്ങൾ മുണ്ടും ഷർട്ടും ഉപയോഗിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏത് ഭാഗത്തായിരിക്കും കൂടുതൽ പോയി നിൽക്കുന്നത്? ഇല്ലേ? കാരണം എന്താ? നമ്മൾ അറിയാതെ തന്നെ സിമിലാരിറ്റി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. സിമിലാരിറ്റി, അതായത് നമ്മളെപ്പോഴും സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, നമ്മൾ അറിയാതെ, നമ്മൾ സെൽഫ് ലവിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മളൊക്കെ അറിയാതെ ആണെങ്കിൽ പോലും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മളെയാണ്. അത് കാര്യമായിട്ടൊന്നും ചെയ്തു കൊടുക്കാറില്ല എന്നുള്ളതേ ഉള്ളൂ. കണ്ണാടി നോക്കി നിൽക്കാനൊക്കെ വളരെ ഇഷ്ടമാണ് എല്ലാവർക്കും, ഇല്ലേ? ഇത് ചെറുപ്പത്തിൽ മുതലേ അങ്ങനെ തന്നെയാണ്. ഞാൻ വിഷയം വിട്ടു പോവാണ്, എങ്കിലും ഞാൻ പറഞ്ഞുതരാം. ഒരു ചെറിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്ക് മറ്റേതൊരു കളിപ്പാട്ടത്തെക്കാളും വളരെ കൗതുകമായിരിക്കും ഒരു കണ്ണാടി അവന്റെ മുന്നിൽ കാണിച്ചു കൊടുത്താലേ, അല്ലെ? സ്വന്തം പ്രതിബിംബം നോക്കിയിട്ട് കളിക്കാൻ വലിയ ഇഷ്ടമാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മളൊക്കെ നമ്മളെ പ്രതിരൂപങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും ആഗ്രഹിക്കുക. അതൊരു കംഫർട്ട് സോണായിട്ട് നമ്മൾ കരുതും. അതുകൊണ്ടാണ് നമ്മൾ മുണ്ടും ഷർട്ട് ഉപയോഗിച്ച് പോകുന്ന സമയത്ത് മുണ്ടും ഷർട്ട് ഇട്ട ആൾക്കാരോടൊപ്പവും പാൻസും ഷർട്ടും ഇട്ട് പോകുന്ന സമയത്ത് ആ വിധത്തിലുള്ള ആളുകളോടൊപ്പം നിൽക്കുന്നത്. ഇനി നിങ്ങൾ കോട്ടും സ്യൂട്ടും ഇട്ട് പോകുന്ന സമയത്ത് നോക്കൂ, ഇതുപോലെ മുണ്ടും ഷർട്ടും ഇട്ട ആൾക്കാരോടൊപ്പം നിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമോ? സാധാരണഗതിയിൽ ഉണ്ടാവില്ല. അപ്പൊ കോട്ടും സ്യൂട്ടും ഇട്ട ആൾക്കാരോടൊപ്പം തന്നെയായിരിക്കും നിൽക്കുക, അല്ലേ? അപ്പൊ ഇതുപോലെ തന്നെ ഒരു സിമിലാരിറ്റി എന്ന് പറയുന്നത് നമ്മളെ പോലെയുള്ള നമ്മുടെ പ്രതിബിംബങ്ങളോട് ചേർന്ന് നിൽക്കാൻ അറിയാതെ തന്നെ നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോ ഈ കാരണം കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഈ കാരണം കൊണ്ട് കൂടി നമ്മുടെ മനസ്സിലുള്ളത് ദാരിദ്ര്യ ചിന്തയാണ് എങ്കിൽ, പണത്തെക്കുറിച്ച് പ്രതികൂലമായിട്ടുള്ള ധാരണകളാണ് എങ്കിൽ, ആ വിധത്തിലുള്ള സാഹചര്യങ്ങളായിരിക്കും നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉപബോധ മനസ്സ് തിരഞ്ഞെടുക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ സംഭവിക്കുക? നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും നമ്മുടെ ജീവിത നിലവാരവും എല്ലാം നമ്മളുടെ ഡേറ്റ എന്താണോ അതിനനുസരിച്ചുള്ള വിധത്തിൽ മാത്രമായിട്ട് ചുരുങ്ങും. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്, വളരെ അത്ഭുതകരമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടി ഉണ്ട്, അല്ലെങ്കിൽ വളരെ പ്രസക്തമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്.
വാസ്തവത്തില് നമ്മുടെ ഈ പറയുന്ന ഉപബോധ മനസ്സിലെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. അതായത് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നൊക്കെ കിട്ടുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്ന വെറും ജോലിക്കാർക്ക് പകരമായിട്ട് നമ്മൾ നമ്മുടെ സ്വന്തം മനസ്സിൻ്റെയും ജീവിതത്തിൻ്റെയും അമരക്കാരായിട്ട് മാറിയാൽ, തേരാളികളായിട്ട് മാറിയാൽ, നമ്മുടെ സ്വന്തം ജീവിതം ഏത് വിധത്തിലേക്കാണ് പോകേണ്ടത് എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. എന്താണ് വിശ്വസിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയായിരിക്കണം. പക്ഷെ അത് അത്ര എളുപ്പമല്ല. കാരണം പ്രോഗ്രാം ഇവിടെ മറ്റൊരു വിധത്തിലായിരിക്കും ഓൾറെഡി ഉണ്ടാവുക. മെജോറിറ്റിയിലും നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ പഠിച്ചു വന്നിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. അവിടെ ഈ പ്രോഗ്രാമിൽ ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഉപബോധ മനസ്സ് എന്ന് പറയുന്ന ഈ വലിയ കപ്പലിനെ അല്ലെങ്കിൽ വലിയ വാഹനത്തെ ഏത് ദിശയിലേക്ക് കൊണ്ടുപോകണമെന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാം. നമുക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോധ മനസ്സിന് തന്നെ തീരുമാനിക്കാൻ പറ്റും. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ ചിന്തകള് യാഥാർത്ഥ്യമാക്കുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള സവിശേഷത കൂടി നമ്മുടെ മനസ്സിനുണ്ട്. നമ്മുടെ ചിന്തകള് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകള് യാഥാർത്ഥ്യമാക്കുന്ന, ഭൗതിക തലത്തിൽ യാഥാർത്ഥ്യമാക്കുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം കൂടി അവിടെയുണ്ട്. ആത്മീയതയുടെ ആദ്യത്തെ പടവ് എന്ന് പറയുന്നത്, ആദ്യത്തെ ചുവടുവയ്പ് എന്ന് പറയുന്നത് ഈ ഒരു യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഉള്ളിലെ ചിന്തകളാണ് നമ്മുടെ പിന്നിലെ യാഥാർത്ഥ്യങ്ങളെ സൃഷ്ടിക്കുന്നത്. നമ്മളിലൂടെ കടന്നു പോകുന്ന ചിന്തകളാണ് നമ്മുടെ യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഉപബോധ മനസ്സിലേക്ക് കൃത്യമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള നിർദ്ദേശങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിലും അതുപോലെയുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് കൃത്യമായിട്ടുള്ള ഡേറ്റകൾ കൊടുക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റവും വരുത്താൻ നമുക്ക് സാധിക്കും. അതാണ് ആത്മീയതയുടെയും ലോ ഓഫ് അട്രാക്ഷൻ്റെയും അടിസ്ഥാനം. പോകുന്ന വഴിക്ക് നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ട് തന്നെ അത് മനസ്സിലാക്കാം. നമ്മൾ ഈ ഭാഗത്തിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ മനസ്സ് എന്ന് പറയുന്നത് ഒരു വളരെ വലിയ പൂന്തോട്ടമാണ് എന്ന് നമുക്ക് പറയാം. മനസ്സ് വളരെ വലിയൊരു പൂന്തോട്ടമാണ്. അതിലേത് വിത്താണ് വിതയ്ക്കേണ്ടത് എന്ന് നമുക്ക് സ്വയം തീരുമാനിക്കാം. എൻ്റെ പൂന്തോട്ടത്തിൽ അല്ലെങ്കിൽ എൻ്റെ പ്രോപ്പർട്ടിയിൽ ഏത് വിത്ത് വിതയ്ക്കണമെന്ന് എനിക്ക് തീരുമാനിക്കാം. അവിടെ വിഷച്ചെടികളുടെ വിത്താണ് നമ്മൾ ഇടുന്നത് എങ്കിൽ അത് തന്നെയായിരിക്കും വളരുക. മുൾവിത്തുകളാണ് ഇടുന്നതെങ്കിൽ അത് തന്നെയാകും വളരുക. എന്നിട്ട് കുറേ കഴിഞ്ഞിട്ട് മുൾവിത്തുകളൊക്കെ വിതച്ചിട്ട് കുറേ നാൾ കഴിഞ്ഞ് അതൊക്കെ വളർന്ന് അവിടെ ഇവിടെയും കുത്തി കയറാൻ തുടങ്ങുന്ന സമയത്ത് ചോദിക്കും, എന്തിനാണ് എനിക്ക് മാത്രം ഈ വേദനകൾ തന്നത്? ദൈവം എന്തിനാണ് എന്നോട് മാത്രം ഈ ക്രൂരതകൾ കാണിക്കുന്നത് എന്ന്. എൻ്റെ പോയിന്റ് മനസ്സിലായോ? വാസ്തവത്തിൽ ആരാണ് അവിടെ മുൾവിത്ത് വിതച്ചത്? ദൈവമാണോ അല്ലെങ്കിൽ മറ്റൊരാളാണോ? അല്ല, നമ്മൾ തന്നെയാണ് അവിടെ മുൾവിത്തുകൾ വിതച്ചിരിക്കുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും നമുക്ക് തീരുമാനിക്കാൻ പറ്റും എന്ത് വിത്ത് വിതയ്ക്കണം എന്നുള്ളത്. അവിടെ ഈ മുൾവിത്തുകൾക്കപ്പുറം അല്ലെങ്കിൽ പാഴ്ചെടികൾക്കപ്പുറം വളരെ മനോഹരമായിട്ടുള്ള പൂക്കളുടെ വിത്തുകളാണ് നമ്മൾ ഇടുന്നത് എങ്കിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള പൂന്തോട്ടം തന്നെയായിരിക്കും ഇവിടെ സൃഷ്ടിക്കപ്പെടുക. നമ്മുടെ ചിന്തകളെ കൃത്യമായിട്ട് നിരീക്ഷിച്ചുകൊണ്ട് ഉപബോധ മനസ്സിൻ്റെ അസാധാരണമായിട്ടുള്ള ശക്തിയെ പോസിറ്റീവായിട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ആത്മീയതയുടെ ആദ്യ പടവിലേക്ക് ചുവടുവയ്ക്കാം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളോ ആശയക്കുഴപ്പങ്ങളോ ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കാം. ഏതെങ്കിലും വിധത്തിലുള്ള സംശയങ്ങളോ ആശയക്കുഴപ്പങ്ങളോ ഉണ്ടോ? ഇല്ല. അപ്പൊ അടുത്ത ഭാഗത്തിലേക്ക് കടന്നോട്ടെ. വിതച്ചു പോയി. അപ്പൊ എന്ത് ചെയ്യും സാർ? ഒരു നിമിഷം. പറയുന്നുണ്ടോ ആരെങ്കിലും? അതെ അതെ, നല്ലതല്ലാത്ത വിത്തുകൾ വിതച്ചു പോയി. ഇനി അത് എങ്ങനെയൊക്കെ മാറ്റി എടുക്കണം? എങ്ങനെയൊക്കെ മാറ്റിയെടുക്കണം എന്നുള്ളതിലേക്ക് നമുക്ക് വരാം. ഏറ്റവും അടിസ്ഥാനപരമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളിൽ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളത് തന്നെയാണ്
അത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് വരുന്ന വഴിക്ക് പറയാം. ഉം. മറ്റെന്തെങ്കിലും മറ്റെന്തെങ്കിലും നമ്മൾ തന്നെയാണ് വിത്തുകൾ വിതച്ചു എന്ന് പറഞ്ഞല്ലോ സാറ്. ആ അപ്പൊ എങ്ങനെയാണ് അതിൽ കൂടെ വന്നേന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഒന്ന് അതെന്താണ് അതുകൊണ്ട് ഒന്നുകൂടി ഉദ്ദേശിക്കുന്നത്? ചോദിക്കൂ, ഒന്നുകൂടി ചോദിക്കൂ, എനിക്ക് ക്ലിയർ ആയില്ല. ഇപ്പോ നമ്മൾ തന്നെയാണ്, വേറെ ആരും അല്ല ആ വിത്തുകൾ വിതച്ചേന്ന് സാറ് പറഞ്ഞല്ലോ. അതെ അതെ. അതെങ്ങനെയാ അതെങ്ങനെയാണത് ആയത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാതിരുന്നൊരു കാര്യം. അതായത് സാധാരണഗതിയിൽ കൃഷിയുടെ കാര്യം തന്നെ എടുത്തോളൂ. നമ്മൾ കുഞ്ഞായിരിക്കുന്ന മീൻസ് ഒരു 3-4 വയസ്സൊക്കെ ഉള്ള സമയത്ത് നമ്മുടെ പറമ്പിൽ എന്തെങ്കിലും ഒരു കൃഷി ചെയ്യുകയാണെന്നിരിക്കട്ടെ. ആ സമയത്ത് നമ്മുടെ പാരൻസ് ആരെങ്കിലും പാടവും പറമ്പൊക്കെ വൃത്തിയാക്കും. എന്നിട്ട് വിത്ത് വിതയ്ക്കുമ്പോൾ പറയും, അമ്മേ അച്ഛാ ഞാനും കൂടി ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ കുറച്ച് വിത്തുകൾ നമ്മുടെ കയ്യിൽ തരും. നമ്മൾ ഈ വിത്തുകൾ ഇങ്ങനെ വിതയ്ക്കും. അതായത് പലപ്പോഴും അവിടെ തെരഞ്ഞെടുപ്പുകൾ നമ്മുടേതല്ല. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിലെ ചിന്തകളും. ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു. അതായത് പണത്തിനെ കുറിച്ചുള്ള ചിന്തകൾ എടുത്തോളൂ. ഒരു ശരാശരി വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പണത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് സാധാരണഗതിയിൽ എന്തായിരിക്കും? നമുക്ക് വേറെ വെബിനാറുകളിൽ പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയണ്ടെന്ന് വെച്ച് സ്കിപ്പ് ചെയ്തു പോയൊരു കാര്യമാണത്. ഒരു ശരാശരി വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പണത്തെക്കുറിച്ചുള്ള ചിന്തകൾ, നിലപാടുകൾ എന്തായിരിക്കും? ഒന്ന് പറയാമോ? ഞാൻ 2-3 ചോദ്യങ്ങൾ ചോദിക്കാം, അതിനുത്തരം കിട്ടിയാൽ മതി. പണം ഒരുപാടുണ്ടെങ്കിൽ ഉറക്കം എങ്ങനെയായിരിക്കും എന്നാണ് കേട്ടിരിക്കുന്നത്. ഒന്ന് പറഞ്ഞേ. ബുദ്ധിമുട്ടായിരിക്കും. ശരിയാവില്ല. ഉറക്കം ബുദ്ധിമുട്ടാണ്. ശരിയാവില്ല. ഉറക്കം ശരിയാവില്ല. ഈ ഡേറ്റ എവിടെ നിന്നാണ് കിട്ടിയത്? സ്വന്തം അനുഭവത്തിൽ നിന്നാണോ? അനുഭവത്തിൽ നിന്ന് തന്നെയുണ്ട്. ഒരുപാട് ബാങ്ക് ബാലൻസ് ഒക്കെ ഉണ്ടെന്നപ്പോ ഉറങ്ങാൻ പറ്റിയില്ല? സാലറി കിട്ടിയിട്ട് ഉറങ്ങാൻ പറ്റിയില്ല? ബാങ്ക് ബാലൻസ് ഒന്നും ഇല്ലെങ്കിലും ചില അല്ല, അല്ല അത് സാറേ, പോട്ടെ, ബാങ്ക് വരുമാനം ബാലൻസ് കൊണ്ട് പോട്ടെ. മുമ്പോട്ട് പോകും. സാലറി കിട്ടിയതിന്റെ അന്ന് ഉറങ്ങാൻ പറ്റിയോ ഇല്ലയോ? ഇല്ല, ഒരുപാട് കടങ്ങൾ കൊടുത്ത് തീർക്കാനുണ്ടല്ലോ. അപ്പൊ പിന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ, എന്ത് പിന്നെ ബാലൻസ് തന്നെയായാലും കയ്യിൽ നോക്കുമ്പോ കുറച്ച് പൈസ കിട്ടി, കുറച്ചധികം പൈസ കിട്ടി. ഉം. നോക്കൂ, അപ്പോഴും ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ എന്നോട് പറഞ്ഞു ആൻസർ എന്താ? കടങ്ങൾ ഒരുപാട് കൊടുത്തു തീർക്കാനുണ്ട് എന്ന്, അല്ലേ? അപ്പൊ വാസ്തവത്തിൽ പണമാണോ നിങ്ങളുടെ ഉറക്കം കെടുത്തിയത്, കടമാണോ ഉറക്കം കെടുത്തിയത്? കടമാണ് ഉറക്കം കെടുത്തിയത്. ആരാ? കടമാണ് ഉറക്കം കടം. കെടുത്തിയത്. പണമാണ് ഉറക്കം കെടുത്തിയത്. പണം എന്താ ചെയ്തത് ഒന്ന് പറഞ്ഞേ. പണമല്ല, കടമാണ് ഉറക്കം കെടുത്തിയത്. ഓക്കെ ഓക്കെ ഓക്കെ. കടമാണ് ഉറക്കം കെടുത്തിയത്, പണമല്ല, അല്ലേ? അപ്പൊ ആ സ്ഥാനത്ത് ഈ കടമെല്ലാം തീർക്കാനുള്ള പണം ഉണ്ടായിരുന്നെങ്കിൽ, പലരും പറയാറുണ്ട് ഈ കടമെല്ലാം തീർത്തിട്ട് വേണം, ഈ ബാധ്യതയെല്ലാം തീർത്തിട്ട് വേണം എനിക്ക് സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങാൻ എന്ന് പറയാറുണ്ട്. അപ്പൊ വാസ്തവത്തിൽ ആരാ ഉറക്കം കെടുത്തത്? ശരി. പണമാണോ പണമില്ലായ്മയാണോ? പണമാണ്. പണമില്ലായ്മ. പറഞ്ഞു. പണമാണോ പണമില്ലായ്മ. പണമില്ലായ്മയാണോ? പോരട്ടെ, ഒന്ന് ടൈപ്പ് ചെയ്തിട്ടോ. എല്ലാരും ടൈപ്പ് ചെയ്ത്, എല്ലാരും പങ്കെടുത്തോ. പണമാണോ പണമില്ലായ്മയാണോ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നത്? പണമില്ലായ്മ. എവിടെയെങ്കിലും ഒരു വണ്ടിയിൽ കാലിരിക്കേ. പണമില്ലായ്മ. ആണല്ലോ. യെസ്. പണമില്ലായ്മയാണ് വാസ്തവത്തിൽ നമ്മളെ ഉറക്കം കെടുത്തുന്നത്. അപ്പൊ പണമാണ് ഉറക്കം കെടുത്തുന്നത് എന്ന് ആരാണ് നിങ്ങളെ പഠിപ്പിച്ചത്? എന്തായാലും സ്വന്തം അനുഭവത്തിൽ നിന്ന് പഠിച്ചതല്ല, അല്ലേ? അപ്പൊ ആരാണ് നിങ്ങളെ പഠിപ്പിച്ചത്? നമ്മൾക്ക് വന്നിട്ടുള്ള നമുക്ക് ചെറുപ്പത്തിൽ കിട്ടിയിരിക്കുന്ന ഡേറ്റകൾ, അല്ലെ? നമുക്ക് ചെറുപ്പത്തിൽ കിട്ടിയിരിക്കുന്ന ഡേറ്റകളാണ് അങ്ങനെ പഠിപ്പിച്ചത്. അപ്പൊ പണമാണ് ഉറക്കം കെടുത്തുന്നത് എന്നുള്ള ഒരു ഡേറ്റ നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഉറക്കമില്ലായ്മ ഒരിക്കലും ആഗ്രഹിക്കില്ല. നമ്മൾ മറ്റെല്ലാത്തിനേക്കാളും പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് ഉറക്കം. അപ്പൊ പണമാണ് ഉറക്കം കെടുത്തുന്നത് എന്നുള്ള ഡേറ്റ അവിടെ ഉണ്ട് എങ്കിൽ പണം വരാനുള്ള എല്ലാ സാധ്യതകളും നിങ്ങളുടെ മനസ്സ് അവിടെ തടയും. ഇതിനെയാണ് മണി ബ്ലോക്ക് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണത്തിന്, നിങ്ങൾക്ക് കുറച്ച് പണം കിട്ടാനുണ്ട്. ഒരാൾ പറയുന്നു നിങ്ങൾ നാളെ രാവിലെ അല്ലെങ്കിൽ 22-ാം തീയതി രാവിലെ 10 മണിക്ക് വരും, ഞാൻ ആ പൈസ തരാം എന്ന് പറയുന്നു. നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഇങ്ങനെ ഒരു ഡേറ്റ ഉണ്ടെങ്കിൽ ഇവൻ അന്ന് നിങ്ങളെ അവിടെ കൊണ്ടുപോയില്ല. ഒന്നുകിൽ നിങ്ങളുടെ അടുത്ത് നിന്ന് മറന്നു പോകും, അതല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് ചെയ്തു വെക്കും, അല്ലെങ്കിൽ അവിടെ പൈസ കിട്ടുന്നതിന്റെ ഡബിൾ ചെലവ് ഇപ്പുറത്ത് ഉണ്ടാക്കി വെക്കും. മിക്കവാറും സംഭവിക്കാറില്ലേ? ഒരു ബൾക്ക് എമൗണ്ട് വരുമ്പോൾ അതിന്റെ ഇരട്ടി ചെലവ് ഇപ്പുറത്ത് വരാറില്ലേ? അതിൻ്റെ എല്ലാം കാരണം ഇതാണ്. ഇതുപോലെയുള്ള
തെറ്റായിട്ടുള്ള ഡേറ്റകൾ, പണം നമുക്കെതിരായിട്ട് പ്രവർത്തിക്കും എന്നുള്ള തെറ്റായിട്ടുള്ള ഡേറ്റകൾ. അതുപോലെ പണം ഒരുപാടുണ്ടെങ്കിൽ സമാധാനം എങ്ങനെയായിരിക്കുമെന്നാണ് കേട്ടിരിക്കുന്നത്. പണം ഒരുപാടുണ്ടെങ്കിൽ സമാധാനം എങ്ങനെയായിരിക്കും എന്നാണ് കേട്ടിരിക്കുന്നത്. കുറവായിരിക്കും. എങ്ങനെ? സമാധാനം ഉണ്ടാവും. കുറവായിരിക്കും. സമാധാനം കുറവായിരിക്കും, സമാധാനം ഇല്ലായിരിക്കും. സമാധാനം ഉണ്ടാവും. അല്ല, സമാധാനം കേട്ടിരിക്കുന്നത് ഉണ്ടാവും. എങ്ങനെയാണ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. കേട്ടിരിക്കുന്നത് എങ്ങനെയാണ്? സമാധാനം ഇല്ലെന്ന്. സമാധാനമില്ലെന്ന്. വാസ്തവത്തിൽ അത് ശരിയാണോ? നിങ്ങൾക്ക് സമാധാനം ഉള്ളത് പണം ഉള്ള സമയത്തായിരുന്നോ, പണമില്ലാത്ത സമയത്തായിരുന്നോ? പണമുള്ള സമയത്ത്. എപ്പോഴാ? പണമുള്ളപ്പോഴാണോ ഇല്ലാതെ? ഒന്ന് ടൈപ്പ് ചെയ്തോ. പണമുള്ളപ്പോൾ. പണമുള്ളപ്പോൾ സമാധാനം കിട്ടിയില്ല. കിട്ടും. കിട്ടും. ഓക്കെ. സമാധാനം ഇല്ലാത്തപ്പോഴോ, പണം ഉള്ളപ്പോഴോ ഇല്ലാത്തപ്പോഴോ? ഇല്ലാത്തപ്പം. സമാധാനം ഉള്ളത്? എന്റെ അല്ല, ചോദ്യങ്ങൾ ഇല്ലാത്തത്. പൈസ ഉള്ളപ്പോ. പൈസ ഉള്ളപ്പോഴാണ് നമുക്ക് സമാധാനമുള്ളത്, അല്ലേ? അതെ. കൂടുതൽ സമാധാനവും സന്തോഷവും എല്ലാം ഉള്ളത് പൈസ ഉള്ളപ്പോ തന്നെയാണ്, അല്ലേ? അപ്പൊ വാസ്തവത്തിൽ നമുക്ക് ചെറുപ്പത്തിലെ കിട്ടിയ ആ ഡേറ്റ ശരിയായിരുന്നോ, തെറ്റായിരുന്നോ? തെറ്റായിരുന്നു. ഒരു പക്ഷേ ഒരു വ്യക്തിയുടെ മനസ്സില് പണം നിങ്ങളുടെ സമാധാനത്തെ കെടുത്തും എന്നുള്ള ഒരു ഡേറ്റ ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ പണം നിങ്ങളുടെ ഉറക്കത്തെ കെടുത്തും എന്നുള്ള ഒരു ഡേറ്റ ഉണ്ട് എങ്കിൽ, പണം നിങ്ങളെ ദുഷ്ടന്മാരാക്കും എന്നുള്ള ഒരു ഡേറ്റ ഉണ്ട് എങ്കിൽ, ഇനി എന്ത് ചെയ്താലും ശരി, ലോട്ടറി കിട്ടിയാലും ശരി, നിധി കിട്ടിയാലും ശരി, അവിടുത്തെ പൈസ നിൽക്കില്ല. ഇതെപ്പോഴും ഞാൻ വെബിനാറും ക്ലാസ്സിലും പറയുന്ന, അതുകൊണ്ട് ഞാൻ ഇവിടെ സ്കിപ്പ് ചെയ്ത് പോയതാ. പക്ഷെ നിങ്ങൾ വിട്ടില്ല. ഇതാണ് വാസ്തവം. റിയലി ഇതാണ് വാസ്തവം. അതല്ല എങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കേരള ലോട്ടറി എന്ന് പറഞ്ഞ ആഴ്ചയിൽ എല്ലാ ദിവസവും ലോട്ടറി ഉണ്ട്, ലക്ഷപ്രഭുക്കളെയും കോടീശ്വരന്മാരെയൊക്കെ സൃഷ്ടിക്കുന്നത്. പക്ഷെ നിങ്ങൾക്കറിയുന്ന എത്ര പേര് ലോട്ടറി അടിച്ച് ലക്ഷപ്രഭുക്കളോ കോടീശ്വരന്മാരോ ആയിട്ട് അത് നിലനിർത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്? അടിക്കുന്ന ആൾക്കാരുണ്ടാകും, പക്ഷെ അത് നിലനിർത്തുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ഡേറ്റ വെച്ചിട്ട് സംസാരിച്ചാൽ പോലും, നമ്മൾ ലോട്ടറി അടിച്ച ആളുകളുടെ പിൽക്കാല ജീവിതം നമ്മൾ എടുത്ത് നോക്കിയാൽ പലപ്പോഴും ആദ്യത്തേതിനേക്കാൾ കഷ്ടമായിരിക്കും. എന്താ കാരണം? ഈ പറയുന്ന ഡേറ്റ, സാമ്പത്തിക ഡേറ്റ തെറ്റായി പോകുന്നത് കൊണ്ടാണ്. അപ്പൊ ഇത് കറക്റ്റ് ചെയ്യാതെ എന്തൊക്കെ ചെയ്തിട്ടും അവിടെ ഒരു മാറ്റവും സംഭവിക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം കേട്ടോ. മൈക്കുകൾ തൽക്കാലം സ്വയം ഒന്ന് മ്യൂട്ട്, അല്ലെങ്കിൽ നമ്മൾ വിഷയം ഒരുപാട് വിട്ടുപോകും. എനിവേ, അപ്പോ നമ്മുടെ ഉപബോധ മനസ്സിന്റെ ഘടനയെക്കുറിച്ച്, ഉപബോധ മനസ്സിന്റെ ശക്തിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അപ്പോ ഇവിടെ നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ മനുഷ്യന്റെ ആത്മീയ വളർച്ചയുടെ 7 ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകാൻ പോകുന്നത്. സാധാരണഗതിയിൽ ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്ന ഏതൊരു വ്യക്തിയും ഈ 7 പടവുകളിലെ ഏതെങ്കിലും, നമ്മളിനി മനസ്സിലാക്കാൻ പോകുന്ന 7 പടവുകളിലെ ഏതെങ്കിലും ഒന്നിലായിരിക്കും ഇപ്പോൾ നിലനിൽക്കുന്നത്. ഒരു പക്ഷേ നമ്മൾ ഈ ക്ലാസ് കേട്ട് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ സ്വയം വിലയിരുത്താൻ പറ്റും, ഞാൻ ഇപ്പോൾ ഏത് പടവിലാണ്, ഇപ്പോൾ എൻ്റെ സ്ഥാനം എന്ന്, നമ്മുടെ സ്വന്തം സ്ഥാനം ഏത് പടവിലാണ് എന്ന് നമുക്ക് സ്വയം തിരിച്ചറിയാൻ സാധിക്കും. വാസ്തവത്തിൽ ഈ ഒരു തിരിച്ചറിവ്, ഈ ഒരു വിശകലനം, ഈ ഒരു സ്വയം വിശകലനം, ഈ ഒരു തിരിച്ചറിവ്, ഇത് തന്നെയാണ് ആത്മീയതയിലേക്കുള്ള ഒരു ചുവടുവയ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ഏകദേശം 1-ാം ഘട്ടം മുതൽ 3-ാം ഘട്ടം വരെ ഭൗതിക തലത്തിൽ നിന്നുള്ള ഒരു ഉണർവ് എന്നേ പറയാൻ പറ്റും. സാധാരണ ഭൗതിക തലത്തിൽ നിന്നുള്ള ഒരു കുഞ്ഞുണർവ്, ഒരു കണ്ണിന്റെ പകുതിയൊക്കെ തുറന്ന് ഇങ്ങനെ നോക്കില്ലേ രാവിലെ, അതുപോലെ. അതായത് ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് അത് ഭൗതിക തലം തന്നെയാണ് പലപ്പോഴും. അതായത് മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു തലം, അതാണ് ഘട്ടം 1. ലോകത്തിലെ മിക്കവാറും ആളുകൾ, അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഈ ആദ്യത്തെ പടവിൽ തന്നെയായിരിക്കും കാലാകാലമായിട്ട് ജീവിക്കുന്നത്. ഈ ഘട്ടത്തിലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഞാനെന്ന് പറയുന്നത്,
അല്ലെങ്കിൽ ആ, നമ്മൾ ഈഗോ എന്നൊക്കെ പറയുന്നില്ല, അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ശരീരം മാത്രമാണ്. ഭൗതികതലം മാത്രമേ അയാൾ കാണൂ. ഞാനെന്ന് പറയുന്നത് എൻ്റെ ശരീരം മാത്രമാണ് എന്നാണ് അയാളുടെ ചിന്ത. അതുകൊണ്ട് തന്നെ ശരീരത്തിന് വേണ്ട കാര്യങ്ങൾ, ശരീരത്തിന് സുഖം കിട്ടുന്ന കാര്യങ്ങളിൽ മാത്രമായിരിക്കും, ഭൗതികമായിട്ടുള്ള സുഖഭോഗങ്ങളിൽ മാത്രമായിരിക്കും അയാളുടെ നോട്ടവും. അതുകൊണ്ട് തന്നെ അവരുടെ ലക്ഷ്യം ഭക്ഷണം, ഉറക്കം, കേവലം പണം, ശാരീരികമായിട്ടുള്ള സുഖങ്ങൾ, ഇതൊക്കെ മാത്രമായിരിക്കും. അവരുടെ ചിന്തയും പ്രവൃത്തിയും എല്ലാം ഈ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും. അവർ വാദിക്കുന്നതും ഇതേ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും. അതായത് ശരീരത്തിനപ്പുറം മറ്റൊന്നില്ല, ഭൗതികമായിട്ട് കാണുന്നതിനപ്പുറം ഞാനൊന്നും വിശ്വസിക്കില്ല എന്നുള്ള വിധത്തിലായിരിക്കും അവരുടെ ചിന്തകളും പെരുമാറ്റങ്ങളും ഒക്കെ ഉണ്ടാവുന്നത്. ഇനി അവരുടെ സ്വഭാവത്തെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, അവർക്ക് ചുറ്റും സംഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം മറ്റുള്ളവരൊക്കെയാണ് എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. ഒന്നിൻ്റെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അവർ തയ്യാറാവില്ല പലപ്പോഴും. അതായത് എൻ്റെ ജീവിതം മോശമാകാനുള്ള കാരണം ഒരുപക്ഷെ എൻ്റെ പങ്കാളിയാണ്, അല്ലെങ്കിൽ അയൽക്കാരാണ്, എൻ്റെ സർക്കാരാണ്, അല്ലെങ്കിൽ എൻ്റെ ബോസാണ്, എൻ്റെ ജോലിയാണ്, അല്ലെങ്കിൽ ഈ നാട്ടുകാരാണ് എന്നൊക്കെ ആയിരിക്കും എപ്പോഴും ഇവർ പരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവർ ഒരിക്കലും സ്വന്തം ഉള്ളിലേക്ക്, സ്വന്തം മനസ്സിലേക്ക് നോക്കില്ല. സ്വയം വിശകലനം ചെയ്യാൻ അവരൊരിക്കലും തയ്യാറാവുകയില്ല. മനസ്സിലാവുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് വിശകലനം ചെയ്ത് നോക്കൂ, ഈ ഘട്ടത്തിൽ എവിടെയെങ്കിലും ആണോ എന്ന്. അല്ലെങ്കിൽ ആയിരുന്നോ എന്ന് നോക്കിയാലും മതി. എപ്പോഴെങ്കിലും ഈ ഘട്ടത്തിൽ ആയിരുന്നോ എന്ന് നോക്കിയാലും മതി. മിക്കവാറും ആയിരുന്നിട്ടുണ്ടാകും, കുറേ പേര് അവിടെ നിന്ന് കടന്നു പോന്നിട്ടുണ്ടാകും. ഇനി ഘട്ടം 2 എന്ന് പറയുന്നത് ഒരു അന്വേഷണ തലം എന്ന് വേണമെങ്കിൽ പറയാം. അതിനെ അന്വേഷണ തലം എന്ന് പറയാം. അതായത് ആദ്യത്തെ ഘട്ടത്തിൽ നിന്ന് പതിയെ ഉയർന്നു തുടങ്ങുന്ന ഒരു സമയം. അത് പലപ്പോഴും ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി വരുമ്പോൾ, അല്ലെങ്കിൽ ഒരുപക്ഷെ എല്ലാം ഉണ്ടായിട്ടും ഒരു ശൂന്യത അനുഭവപ്പെടുമ്പോൾ ഒക്കെയാണ് മിക്കവാറും പേര് ഈ ഒരു സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു ഘട്ടത്തിലേക്ക് കടന്നു വരുന്നു. ഒന്നുകിൽ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാവുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ശൂന്യത അനുഭവപ്പെടുന്ന സമയത്ത്. എന്താ ശൂന്യത എന്നുള്ള പിന്നാലെ പറയും. അപ്പോ ഇവിടെയാണെങ്കിൽ ഇവിടെ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്, അവർക്ക് ഒരുപക്ഷെ പണവും മറ്റെല്ലാ സുഖ സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നിട്ടും, നല്ല ജോലിയും സ്ഥാനമാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നിട്ടും സംതിങ് ഈസ് മിസ്സിങ്. എന്തോ ഒന്ന് കുറഞ്ഞു പോയി, എന്തോ ഒന്നും ഇല്ല, എന്തോ ഒന്നിൻ്റെ കുറവ് എനിക്കുണ്ട് എന്നുള്ള ഒരു ചിന്ത അവർക്ക് വരും. അവിടെ എന്താണ് ഈ ജീവിതത്തിൻ്റെ ഒക്കെ അർത്ഥം, ഞാൻ എന്തിനാണ് ജനിച്ചത്, ഇനി എങ്ങോട്ടാണ് പോകുന്നത്, ഈ വിധത്തിലൊക്കെയുള്ള ചോദ്യങ്ങൾ അവർ സ്വയം ചോദിക്കാൻ തുടങ്ങും. ചിന്തകളിലെങ്കിലും ഈ വിധത്തിലുള്ള ചോദ്യങ്ങൾ മെല്ലെ ഇങ്ങനെ വന്ന് നോക്ക് ചെയ്യാൻ തുടങ്ങും. മനസ്സിലാവുന്നുണ്ടോ? ഒരു ഉദാഹരണത്തിന്, വലിയൊരു ബിസിനസ് സാമ്രാജ്യമൊക്കെ കെട്ടിപ്പടുത്തിട്ട് ഒരുപാട് ലക്ഷങ്ങളോ കോടികളോ ഒക്കെ സമ്പാദിച്ച ഒരു വ്യക്തിക്ക് ഒരുപക്ഷെ രാത്രിയിൽ സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നില്ല എന്നിരിക്കട്ടെ. അപ്പോഴാണ് അദ്ദേഹം ചിന്തിക്കുന്നത്, ഇതിനൊക്കെ അപ്പുറം, ഈ പണത്തിനും ഈ സാഹചര്യങ്ങൾക്കും എല്ലാം അപ്പുറം മറ്റെന്തൊക്കെയോ ഒന്ന് എവിടെയോ ഉണ്ട്, എനിക്കതില്ല എന്ന് തിരിച്ചറിയാൻ തുടങ്ങുന്നത്, അന്വേഷിക്കാൻ തുടങ്ങുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആദ്യഘട്ടം എന്നുള്ള വിധത്തിൽ അദ്ദേഹം പുസ്തകം വായിക്കാൻ തുടങ്ങും. ചിലപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങും. ചിലപ്പോൾ ഇതുപോലെയുള്ള വെബിനാറുകളിൽ പങ്കെടുക്കാൻ താല്പര്യം കാണിക്കും. അതല്ല എങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളെ അന്വേഷിച്ച്, അല്ലെങ്കിൽ സ്ഥലങ്ങളെ അന്വേഷിച്ച് യാത്ര തുടങ്ങും. ഇതുപോലെയുള്ള ഉത്തരങ്ങൾ കിട്ടുന്ന സ്ഥലങ്ങളെ അന്വേഷിച്ച് യാത്ര തുടങ്ങും. നിങ്ങളിൽ എത്ര പേര് അറിയുമെന്ന് അറിയില്ല, എത്ര പേർക്ക് അറിയുമെന്ന് അറിയില്ല, മൈക്രോസോഫ്റ്റിന്റെ MD നമ്മുടെ കേരളത്തിൽ വന്നു പോയിട്ടുണ്ട്. അറിയോ? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല? അദ്ദേഹം വന്നിരിക്കുന്നത് ഒരു ആശ്രമത്തിലാണ്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഞാൻ ഇപ്പോൾ തൽക്കാലം പങ്കുവെക്കുന്നില്ല. അദ്ദേഹം ഇവിടുത്തെ ഒരു ആശ്രമത്തിൽ വന്നു പോയിട്ടുണ്ട്. അത് ഇതുപോലെയുള്ള ഒരു സാഹചര്യത്തിലായിരുന്നു അദ്ദേഹം വന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. അതേക്കുറിച്ചൊന്നും കൂടുതൽ വിവരങ്ങൾ അറിയില്ല. ഇതുപോലൊരു സാഹചര്യത്തിലാണ് വന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു സാഹചര്യം എപ്പോഴെങ്കിലും ഒക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ?
ഒന്ന് പറയൂ, ശബ്ദം കൊണ്ട് തന്നെ പറഞ്ഞോളൂ. എപ്പോഴും ഉണ്ട് അനുഭവപ്പെടുന്നുണ്ട് സർ. സർ. ഉണ്ട്, അനുഭവപ്പെടുന്നുണ്ട് അല്ലേ? അതെ. പിന്നെ വേറെ ആർക്കൊക്കെ ഒന്ന് പറയൂ, കേൾക്കട്ടെ, ഒന്ന് ലൈവ് ആകൂ. സാറുണ്ട്. ഉണ്ട്, ചില സമയങ്ങളൊക്കെ ഇങ്ങനെ തോന്നിയിട്ടുണ്ട്. ചില സമയങ്ങളിലൊക്കെ തോന്നിയിട്ടുണ്ട്. ആ. അതായത് പലപ്പോഴും ജീവിതത്തിലെ ചില അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുമ്പോൾ, ചിലപ്പോൾ രോഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ചിലപ്പോൾ ചില വേർപാടുകളിലൂടെ കടന്നു പോകുമ്പോൾ, ചിലപ്പോൾ ചില നഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ചിലപ്പോൾ എല്ലാം ഉണ്ടെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ ഒരു ശൂന്യത ജീവിതത്തെ അനുഭവപ്പെട്ടു തുടങ്ങുമ്പോൾ ഇതുപോലുള്ള ചിന്തകൾ വരാൻ തുടങ്ങും. ഇനി മൂന്നാം ഘട്ടത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അത് അവിടെ വിശ്വാസത്തിന്റെ തലമാണ്. അതായത് ഈ അന്വേഷണത്തിന്റെ ഫലമായിട്ട് രണ്ടാം ഘട്ടത്തിൽ അന്വേഷണങ്ങൾ തുടങ്ങും. മൂന്നാം ഘട്ടമാകുന്ന സമയത്ത് ഈ അന്വേഷണത്തിന്റെ ഫലത്തില് ചിലതിനെല്ലാം ഉത്തരങ്ങൾ ലഭിച്ചു തുടങ്ങും. എല്ലാത്തിനുമല്ല, ചില കാര്യങ്ങൾക്കെല്ലാം ഉത്തരങ്ങൾ ഇങ്ങനെ കിട്ടി തുടങ്ങും. ഇവിടെ ഒരു പക്ഷേ ചില വ്യക്തികൾക്കെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു വഴികാട്ടിയെ, ഒരു ഗുരുവിനെ ലഭിച്ചേക്കാം. അല്ലെങ്കിൽ അവർ വ്യത്യസ്തമായിട്ടുള്ള കൂടുതൽ അറിവുകൾ നേടാനുള്ള, അവരുടെ ചോദ്യങ്ങൾക്കും ആശങ്കകൾക്കും ഒക്കെ ഉത്തരം കിട്ടാനുള്ള പുതിയൊരു ജീവിത രീതി ചിലപ്പോൾ അവരവിടെ കണ്ടെത്തിയേക്കാം. ഈ സമയത്ത് വരുന്ന സ്വഭാവത്തിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അവർ മെല്ലെ ധ്യാനത്തിലേക്കൊക്കെ കടക്കാൻ തുടങ്ങും. കുറച്ച് സമയം മെഡിറ്റേറ്റ് ചെയ്യാനൊക്കെ തുടങ്ങും. പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ മെല്ലെ ശ്രമിക്കും. ലോ ഓഫ് അട്രാക്ഷൻ, സ്പിരിച്വാലിറ്റി, അതുപോലെ തന്നെ ആഴത്തിലുള്ള പല വിഷയങ്ങളെയും കുറിച്ച് അവർ പഠിക്കാൻ ശ്രമിക്കും. മാത്രമല്ല അത് പ്രായോഗികമാക്കാനും ചില ശ്രമങ്ങളൊക്കെ നടത്തും. അതേ സാധാരണഗതിയിൽ രാവിലെ 8, 9, 10 മണി വരെയൊക്കെ കിടന്നുറങ്ങിയിരുന്ന വ്യക്തി കുറച്ചുകൂടി നേരത്തെ എണീറ്റിട്ട് പ്രകൃതിയെ നിരീക്ഷിക്കാനും ധ്യാനിക്കാനും പുസ്തകങ്ങൾ വായിക്കാനും അറിവുകൾ നേടാനുള്ള മാർഗങ്ങൾ നോക്കാനും ഒക്കെ അവർ ശ്രമിക്കും. ഇവിടെ ഇതോടൊപ്പം തന്നെ ഈ പുരോഗതികളോടൊപ്പം തന്നെ ചില കുഞ്ഞു കുഞ്ഞ് പരിമിതികളുമുണ്ട്. അതായത് ഈ ഘട്ടത്തിലെ മാറ്റങ്ങളൊക്കെ സംഭവിക്കും, പക്ഷെ ആ മാറ്റങ്ങൾ പലപ്പോഴും പൂർണ്ണമായി എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പൂർണ്ണത വരാത്തത് കൊണ്ട് തന്നെ ചില ദിവസങ്ങളിൽ നല്ല ശാന്തിയും സമാധാനവും ഒരു നിറവൊക്കെ അങ്ങ് അനുഭവപ്പെടും. പക്ഷേ 2 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ മറ്റു ചില ദിവസങ്ങളിൽ ആ പഴയ നിരാശയിലേക്കും ശൂന്യതയിലേക്കും ദേഷ്യത്തിലേക്കും ഒക്കെ വഴുതി വീണു പോവുകയും ചെയ്യും. എന്നിരുന്നാൽ പോലും ശൂന്യതയിലേക്കും ദേഷ്യത്തിലേക്കും ഒക്കെ വഴുതി വീണു പോകുന്നുണ്ടെങ്കിൽ പോലും അവര് വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കും. വിട്ടുകളയില്ല, ശ്രമിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായോ? ഈ ഘട്ടം അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്ന് പറയാമോ? ഉണ്ട് സർ. ഉണ്ട്. ഓക്കെ, ഗ്രേറ്റ്. ഉണ്ട്. ഉണ്ട് സർ. വെരി ഗുഡ്. അപ്പോൾ ഓരോ ഘട്ടങ്ങളായിട്ട് പിന്നിട്ട് വരുന്നു എന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ. യെസ് സർ. ഓക്കെ, ഗ്രേറ്റ്. സ്വയമുള്ള ഒരു വിശകലനം കൂടിയാണ് കേട്ടോ സ്റ്റേജ് എന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ സാറിന്റെ മുന്നിൽ ഇപ്പൊ ഇരിക്കണേ. അതന്നെ. ഇനി ഘട്ടം 4 മുതൽ 6 വരെ നമുക്ക് നോക്കാം. ഇവിടെ പലപ്പോഴും ആന്തരികമായിട്ടുള്ള കുറേയധികം ട്രാൻസ്ഫോർമേഷൻസ്, കുറേയധികം നല്ല മാറ്റങ്ങൾ അവിടെ സംഭവിക്കും. ഈ സ്റ്റേജ് മുതലാണ്, അല്ലെങ്കിൽ ഈ 4ാം ഘട്ടം മുതലൊക്കെയാണ് യഥാർത്ഥ ആത്മീയ യാത്ര കുറച്ചുകൂടി ഒന്ന് ആഴത്തിലാവുന്നത്, ഒരു ഉൾക്കാമ്പൊക്കെ ഉള്ളതാവുന്നത്. അവിടെ നമ്മൾ തിരിച്ചറിയും പുറമേയുള്ള കാര്യങ്ങൾക്കും അപ്പുറം അവനവന്റെ ഉള്ളിലെ മാറ്റങ്ങളാണ് ശരിക്കും യാഥാർത്ഥ്യമെന്ന്, അല്ലെങ്കിൽ പുറമേയുള്ള കെട്ടുകാഴ്ചകൾക്കപ്പുറം അവനവന്റെ ഉള്ളിലാണ് മാറ്റം വരേണ്ടത് എന്നുള്ള യാഥാർത്ഥ്യം അവിടെ മെല്ലെ തിരിച്ചറിഞ്ഞു തുടങ്ങും. ഇതിന്റെ കുറച്ചുകൂടി വിശദമായിട്ട് പറഞ്ഞാല് ഘട്ടം 3 വരെയൊക്കെ ആവുമ്പോൾ ചിലപ്പോൾ വസ്ത്രധാരണത്തിലും വേഷവിധാനങ്ങളിലും ഭക്ഷണത്തിലും ഒക്കെ അല്ലെങ്കിൽ ചുറ്റുപാടുകളിലും ഒക്കെ കുറെ മാറ്റങ്ങളൊക്കെ വരുത്താൻ തുടങ്ങുമായിരിക്കും. പക്ഷെ ഘട്ടം 4 ആകുമ്പോൾ മനസ്സിലാവും ഈ ചുറ്റുപാടുകളിലല്ല ഞാൻ മാറ്റം വരുത്തേണ്ടത്, എൻ്റെ വേഷമല്ല ഞാൻ മാറ്റം വരുത്തേണ്ടത്, എൻ്റെ ഭക്ഷണത്തിനും അപ്പുറം, എൻ്റെ മറ്റ് ജീവിത രീതികൾക്കും അപ്പുറം ഞാൻ മാറ്റം വരുത്തേണ്ടത് എൻ്റെ സ്വന്തം ഉള്ളിൽ തന്നെയാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ ഘട്ടത്തിൽ തുടങ്ങും. അതുകൊണ്ട് തന്നെ അവിടെ ആന്തരിക നിയന്ത്രണം സാവധാനം ആർജിക്കാൻ തുടങ്ങും. അതായത് ഈ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ വ്യക്തി
സ്വന്തം വികാരങ്ങളുടെ നിയന്ത്രണം ഏറെക്കുറെ ഏറ്റെടുക്കുന്നത് പോലെയൊക്കെ ആവും. മനസ്സിലാവുന്നുണ്ടോ? ഏറെക്കുറെ സ്വന്തം വൈകാരിക നിയന്ത്രണം അവർക്ക് ഏറ്റെടുക്കാൻ സാധിക്കും. അതിലുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ, വൈകാരിക നിയന്ത്രണം സ്വയം ഏറ്റെടുക്കുമ്പോഴുള്ള മാറ്റം എന്ന് പറയുന്നത്, നേരത്തെ ഒരാൾ വന്നിട്ട്, അതായത് നേരത്തെയുള്ള ഘട്ടങ്ങളിലൊക്കെ മറ്റൊരാൾ വന്നിട്ട് നിങ്ങളെ മോശം പറഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളെ അസഭ്യം പറഞ്ഞാൽ ഉടനെ തന്നെ ഒരുപക്ഷെ തിരിച്ച് അവരോട് ദേഷ്യപ്പെടും. പക്ഷെ ഈ 4ാം ഘട്ടത്തിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാല് ഒരാള് അവിടെ പ്രതികരിക്കുന്നതിനൊക്കെ പകരം, മറ്റൊരു വ്യക്തിയോട് പ്രതികരിക്കുന്നതിന് പകരം ആ വ്യക്തിയെ നിരീക്ഷിക്കും. ഒരാൾ വന്നിട്ട് അസഭ്യം പറഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളെ കളിയാക്കിയാൽ, നിങ്ങൾ അവഹേളിച്ചാൽ ആ ആളോട് തിരിച്ചു മറുപടി ഒന്നും പറയില്ല, അതിനനുസരിച്ചിട്ട് പ്രതികരിക്കില്ല. പകരം ആ വ്യക്തിയെ ശാന്തമായിട്ട് നിരീക്ഷിക്കും. എന്നിട്ട് സ്വയം കരുതും, എന്ത്? അയാൾ ദേഷ്യപ്പെടുന്നത് അയാളുടെ ചിന്തകളാണ്, അല്ലെങ്കിൽ അയാളുടെ പ്രശ്നങ്ങളോ പരിമിതികളോ എന്തെങ്കിലുമൊക്കെയാണ്, അതിന് എൻ്റെ സമാധാനം കെടുത്തേണ്ടതില്ല എന്ന്. അങ്ങനെ കൃത്യമായിട്ടുള്ള ചിന്തകളിലൂടെ, അല്ലെങ്കിൽ ആ വിധത്തിൽ ചിന്തകളിൽ മാറ്റം വരുത്തുന്നതിലൂടെ അവർക്ക് വളരെ സമാധാനമായിട്ട് നിലനിൽക്കാൻ സാധിക്കും. ചുറ്റുപാടുകൾ അയാളുടെ സമാധാനത്തെ കെടുത്തില്ല. നമ്മുടെ വികാരങ്ങളുടെ താക്കോല്, നമ്മുടെ ചിന്തകളുടെ താക്കോല് ഏകദേശം നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാൻ തുടങ്ങും. ഒരു ഉദാഹരണം പറഞ്ഞാല്, നമ്മളൊരു ട്രാഫിക്കിലെ പെട്ടുപോയാലോ, അല്ലെങ്കിൽ ഈ ഒരു ശീലം എത്തിക്കഴിഞ്ഞാലുള്ള കഥയാണ് ഞാൻ പറയുന്നത്. ഈ ഒരു ശീലം എത്തിക്കഴിഞ്ഞാൽ, അത് ഘട്ടം 4ലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ, ഒരു ട്രാഫിക്കിൽ പെട്ടുപോയാൽ, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ ഒരു ചെറിയ നഷ്ടമൊക്കെ സംഭവിച്ചു പോയാൽ നമ്മുടെ സമാധാനം നഷ്ടപ്പെടില്ല. ചുറ്റും ട്രാഫിക്കായിരിക്കും, വാഹനം മുന്നോട്ട് പോകുന്നില്ല. നേരത്തെയൊക്കെ ആണെങ്കിൽ തല ഇങ്ങനെ ചൊറിയും, ഹോണടിക്കുന്നവനെ ചിലപ്പോൾ തെറി പറയും, ഇതൊക്കെ ചെയ്യുമായിരിക്കും. അല്ലെങ്കിൽ വണ്ടി ഇങ്ങനെ ഉള്ള ഗ്യാപ്പിൽ കൂടെ കുത്തിക്കയറ്റി പോകാൻ നോക്കും, അടുത്ത് നിൽക്കുന്ന വാഹനത്തിന് ചിലപ്പോൾ ഒന്ന് വിരസമായിരിക്കും. പക്ഷെ ഈ ഘട്ടം എത്തിക്കഴിഞ്ഞാൽ ആ ട്രാഫിക് ബ്ലോക്ക് പോലും സമാധാനമായിട്ട് തരണം ചെയ്തു പോകാൻ പറ്റും. വളരെ സമാധാനമായിട്ട് തരണം ചെയ്തു പോകാൻ പറ്റും. സമാധാനം നഷ്ടപ്പെടില്ല. അതായത് പുറമെ എന്തൊക്കെ കൊടുങ്കാറ്റ് വീശിയാലും നമ്മുടെ മനസ്സ് വളരെ മനോഹരമായ ഒരു തടാകം പോലെ ശാന്തമാക്കി വയ്ക്കാൻ സാധിക്കും. അവിടെ തിരമാലകൾ രൂപപ്പെടില്ല. പുറമേ കാറ്റുകൾ ഉണ്ടാകും, പക്ഷെ നമ്മുടെ മനസ്സ് എന്ന് പറയുന്ന ആ മനോഹരമായിട്ടുള്ള തടാകത്തിലെ കാര്യമായിട്ടുള്ള തിരമാലകളൊന്നും രൂപപ്പെടില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇനി 5ാമത്തെ ഘട്ടം. 5ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടുള്ള സ്നേഹമാണ്. വിശ്വസ്നേഹം എന്ന് പറയാം, അല്ലെങ്കിൽ ദ യൂണിവേഴ്സൽ കണക്ഷൻ എന്നൊക്കെ പറയാം. അവിടെ ഞാൻ എന്ന് പറയുന്ന ഭാവം, അല്ലെങ്കിൽ ഈഗോ, പൂർണ്ണമായിട്ടും അലിഞ്ഞ് ഇല്ലാതായി പോകുന്ന ഒരവസ്ഥ വരും. ഞാൻ എന്ന് പറയുന്ന ഭാവം, ഈഗോ പൂർണ്ണമായിട്ടും അലിഞ്ഞു പോകുന്ന ഒരവസ്ഥ അവിടെ വരും. ഈ വ്യക്തികളുടെ സ്വഭാവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഘട്ടത്തിൽ എത്തുമ്പോൾ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത്, എനിക്കും മറ്റുള്ളവർക്കും ഇടയിൽ യാതൊരു വിധത്തിലുള്ള വ്യത്യാസവുമില്ല എന്ന് തിരിച്ചറിയാൻ പറ്റും. ഞാൻ ചില ക്ലാസ്സുകളിൽ പറയാറുണ്ട്, എന്നിലെ മറ്റൊരു ഞാൻ തന്നെയാണ് നീയും എന്ന്. എന്നിലെ ഞാൻ തന്നെയാണ് നീ, ഞാനും നീയും തമ്മിൽ ഒരു വ്യത്യാസമില്ല. ഭാഷയുടെ പരിമിതികൾ കൊണ്ടാണ് അവിടെ ഞാൻ നീ എന്നൊക്കെ ഉപയോഗിക്കുന്നത്. അതിനപ്പുറം അത് നമ്മൾ എന്നായിട്ട് മാറും. അത് ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. പലപ്പോഴും ആത്മീയ ആചാര്യന്മാരൊക്കെ സംസാരിക്കുമ്പോൾ അവരെ ഞാനെന്ന് പറയാറില്ല, അതിന് പകരം നാം എന്ന് പറയാറുണ്ട്. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? അവരെ ആത്മീയാചാര്യന്മാർ സംസാരിക്കുമ്പോൾ നാം എന്ന് ഉപയോഗിക്കുന്നത് കേട്ടിട്ടുണ്ടോ? കേൾക്കട്ടെ. കേട്ടിട്ടുണ്ടെങ്കിൽ അത് പറയൂ, ഇല്ലെങ്കിൽ അത് പറയൂ. കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തം കാര്യമായിരിക്കും പറയുന്നത്, പക്ഷെ നാം എന്നോ നമ്മൾ എന്നോ ആണ്. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാനിത് കേൾക്കുമ്പോൾ വിചാരിക്കുന്ന അവരോടുള്ള ബഹുമാനം കൊണ്ടാണ് അവിടെ ബഹുവചനം ഉപയോഗിക്കുന്നത് എന്നാണ് ഞാൻ കരുതിയിരുന്നത് എൻ്റെ കുട്ടിക്കാലത്ത്. പക്ഷെ പിന്നീട് യാത്രയിലാണ് മനസ്സിലായത്. ചിലപ്പോൾ റിയലി അവർ പറയാറുണ്ട്,
നാം രാവിലെ ഇവിടെ വന്നപ്പോൾ, അല്ലെങ്കിൽ നമ്മൾ രാവിലെ ഇവിടെ വന്ന് തനിച്ചായിരിക്കും, പക്ഷെ എന്നാൽ പോലും നമ്മൾ രാവിലെ ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച എന്നൊക്കെ പറയും. അത് വാസ്തവത്തിൽ അവിടെ ഞാനെന്ന് പറയുന്ന ഈഗോ ഇല്ലാതാകും. പകരം നമ്മളെന്ന് പറയുന്ന ഐ പോയിട്ട് വി അവിടെ വരും. ഇതാണ് സംഭവിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈഗോ അലിഞ്ഞു പോകും. അതായത് എനിക്കും മറ്റുള്ളവർക്കും ഇടയിൽ യാതൊരു വിധത്തിലുള്ള വ്യത്യാസവും ഇല്ല എന്ന് അവിടെ തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു മരത്തെ നോക്കുന്ന സമയത്തായാലും, ഒരു മൃഗത്തിനെ നോക്കുന്ന സമയത്തിനായാലും, ഒരു പക്ഷേ ഈ ഘട്ടത്തിൽ ശത്രുക്കളൊന്നും ഉണ്ടാവില്ല എങ്കിൽ പോലും ആ വിധത്തിലുള്ള ഒരാളെ നോക്കുന്ന സമയത്ത് ആണെങ്കിൽ പോലും അവിടെ എല്ലാം വ്യാപിച്ചിരിക്കുന്നത്, നിലനിൽക്കുന്നത് എന്നിലുള്ള അതേ ജീവചൈതന്യം തന്നെയാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. എൻ്റെ ഉള്ളിലുള്ള അതേ ജീവചൈതന്യം തന്നെയാണ് ഒരു മരത്തിൻ്റെ ഉള്ളിലുള്ളതും ഒരു മൃഗത്തിൻ്റെ ഉള്ളിലുള്ളതും മറ്റൊരാളുടെ ഉള്ളിലുള്ളതുമെന്ന് അവിടെ തിരിച്ചറിയാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ആരെയും വേദനിപ്പിക്കാൻ ആവില്ല. മാത്രമല്ല, മറ്റുള്ളവരുടെ വേദനകൾ നമ്മുടേത് കൂടിയാകും. ചുറ്റുപാടുമുള്ളവരുടെ വേദനകൾ നമ്മുടേത് കൂടിയായിട്ട് അവിടെ മാറും. ഇങ്ങനെ സംഭവിക്കും. നമ്മൾ മദർ തെരേസയെ പോലെയുള്ള മഹാത്മാക്കളുടെയൊക്കെ ജീവിതം നമ്മൾ എടുത്ത് നോക്കിയാൽ ഈ ഘട്ടത്തിൻ്റെ വളരെ വലിയൊരു ഉദാഹരണം എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് തെരുവിലുള്ള രോഗികളെ, ഒരുപക്ഷെ മഹാവ്യാധികൾ വ്യാപിച്ചിരിക്കുന്ന രോഗികളെ പോലും ഒരറപ്പോ മടിയോ ഒന്നുമില്ലാതെ ചേർത്ത് പിടിക്കാൻ, സ്വന്തം പോലെ ചേർത്ത് പിടിക്കാൻ അവർക്കൊക്കെ സാധിച്ചിരിക്കുന്നത്. അതിന് കാരണം എന്താന്ന് പറഞ്ഞാൽ ആ വ്യക്തിയിലും അല്ലെങ്കിൽ ആ രോഗിയിലും അവനവനെ തന്നെ ദർശിക്കാനുള്ള ആത്മീയമായിട്ടുള്ള ഒരു ഉണർവ് അവിടെ അവർക്കുണ്ടായി. അതായത് നിരുപാധികമായിട്ടുള്ള സ്നേഹം, ഉപാധികളില്ലാത്ത സ്നേഹം, പൂർണ്ണമായിട്ടുള്ള സ്നേഹം, അത് മാത്രമായിരിക്കും ഈ ഘട്ടത്തിലെ വ്യക്തികളിലെ ഉണ്ടാവുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഘട്ടം 6. ഘട്ടം 6 എന്ന് പറയുന്ന അവിടെ പരിപൂർണമായിട്ടുള്ള സമർപ്പണമാണ്. പൂർണ്ണമായിട്ടുള്ള സമർപ്പണം. ഈ പൂർണ്ണമായിട്ടുള്ള സമർപ്പണം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലുള്ള സമ്പൂർണമായ വിശ്വാസം കൂടിയാണ്. പ്രപഞ്ചത്തിലുള്ള സമ്പൂർണമായിട്ടുള്ള വിശ്വാസം. അവിടെ നാളെക്കുറിച്ച് ഒരു ഉത്കണ്ഠയും ഉണ്ടാവില്ല. ഒരു ഉത്കണ്ഠയും ഉണ്ടാവില്ല. കാരണം പ്രപഞ്ചത്തിലുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസമാണ്. വളരെ സിമ്പിളായിട്ട്, ചിലപ്പോൾ തമാശയായിട്ടും പറയാറില്ലേ, വായ്കീറിയ ദൈവം ഇരയും തരുമെന്ന് കേൾക്കാറില്ലേ? വേണമെങ്കിൽ നമുക്ക് ആ വിധത്തിൽ അതിനെ പറയാം. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും അവിടെ ഉത്കണ്ഠയുണ്ടാവില്ല. പ്രപഞ്ചത്തിലുള്ള പരിപൂർണമായിട്ടുള്ള സമർപ്പണം, പൂർണ്ണമായിട്ടുള്ള വിശ്വാസം അവിടെ മെല്ലെ ആർജിച്ചു തുടങ്ങും. ഈ സമയത്ത് ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് ഉപബോധ മനസ്സിനെ കുറിച്ചും അതുപോലെ പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങളെക്കുറിച്ചുമൊക്കെ പൂർണ്ണമായിട്ടുള്ള ബോധ്യമുണ്ടായി തുടങ്ങുന്നത് കൊണ്ട് തന്നെ ജീവിതത്തിനോട് ഒരിക്കലും യുദ്ധം ചെയ്യില്ല. ജീവിതത്തിനോടും ചുറ്റുപാടുകളോടും ഒന്നും ഒരിക്കലും യുദ്ധം ചെയ്യില്ല. കാരണം എന്താ? അതെല്ലാം ഞാൻ തന്നെയാണ്. എല്ലാം ഞാൻ തന്നെയാണ്. പിന്നെ ഞാൻ ആരോടാണ് യുദ്ധം ചെയ്യേണ്ടത്? ഒരു നദിയിലൂടെ ശാന്തമായിട്ട് ഒരു ഇല ഒഴുകിപ്പോകുന്നത് പോലെ പ്രപഞ്ചം നമുക്ക് നേരെ നീട്ടുന്ന എന്തിനേയും ഇരു കൈയും നീട്ടി സ്വീകരിക്കാൻ അവർക്ക് സാധിക്കും. അത് പറയാറുണ്ട്, സുഖദുഃഖ സമീകൃത്വ സമൗ ജയപരാജയവും എന്ന് പറയാറുണ്ട്. അതായത് സുഖവും ദുഃഖവും ജയവും പരാജയവും എല്ലാം ഒരുപോലെ കാണാൻ സാധിക്കും. എല്ലാം അനുഭവങ്ങളാണ് എന്നും ഈ അനുഭവങ്ങൾ കേവലം അറിവുകളിലേക്കാണ് നയിക്കുന്നത് എന്നും അവിടെ തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ജയങ്ങളോട് അഹന്തയോ പരാജയങ്ങളിലെ നിരാശയൊന്നും അവിടെ ഉണ്ടാവില്ല. എല്ലാം ഒരുപോലെ തന്നെ, സുഖവും ദുഃഖവും എല്ലാം ഒരുപോലെ തന്നെ നോക്കിക്കാണാൻ അവിടെ സാധിക്കും. ജീവിതത്തിൽ നമുക്ക് ആവശ്യങ്ങളുണ്ട് എങ്കിൽ അതെല്ലാം കൃത്യസമയത്ത് നമ്മുടെ മുമ്പിൽ എത്തുമെന്നുള്ള ആഴത്തിലുള്ള ബോധ്യം അവിടെ ഉണ്ടാകും. ആഴത്തിലുള്ള ബോധ്യം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അത് കേവലം ബോധ്യമല്ല, അതിനപ്പുറം അത് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്യും. അത് ആവശ്യമുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്യും. അവിടെ ആകുലതകളൊന്നുമില്ല.
എല്ലാം പ്രപഞ്ചത്തിനെ ഏൽപ്പിക്കും. അവിടെ ഒരു ആകുലതയുമില്ല. ക്ലിയർ ആവുന്നുണ്ടോ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളോ ആശയക്കുഴപ്പങ്ങളോ ഉണ്ടോ? ഒന്ന് ചോദിച്ച് മുന്നോട്ട് പോകും. നമ്മൾ അടുത്ത ഘട്ടം എയിലേക്കാണ് പോകുന്നത്. അതിനു മുൻപ് ഒന്ന് സംസാരിച്ച് മുന്നോട്ട് പോകാം. ഇതുവരെയുള്ള കാര്യങ്ങൾ കൃത്യമാണോ? എവിടെയെങ്കിലും എന്തെങ്കിലും അറിയേണ്ടതുണ്ടോ? ഇല്ല സർ. ക്ലിയർ ആണ്. ഇപ്പോ ഇതുവരെ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ ഘട്ടങ്ങളിൽ എത്തിയിട്ടുണ്ട് എന്നറിയാൻ പറ്റിയോ? സാറേ, ഒരു സംശയം എല്ലാത്തിനും പറയൂ. കുറച്ച് പറയൂ, ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. സാറ്, നമ്മൾ ഈ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോ ഉം. നമ്മളിപ്പോ ഒരു കുടുംബത്താണല്ലോ ജീവിക്കുന്നത്, സമൂഹത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ എത്ര ശരി. കൺട്രോൾ ചെയ്താലും ചില സാഹചര്യങ്ങൾ പ്രതികരിക്കേണ്ടി വരുന്നു. ആരോട്? അപ്പൊ ശരിക്കും നമ്മൾ ആ അവസ്ഥയിൽ നിന്ന് താഴോട്ടാണോ വരുന്നത്? മൂന്നാമത്തെ സ്റ്റേജിലോട്ട്. ഇപ്പൊ 5 ഞാൻ എത്തി, അല്ലെങ്കിൽ 4 എത്തി, പക്ഷെ ചില സാഹചര്യങ്ങളിൽ എനിക്ക് പ്രതികരിക്കേണ്ടി വരുന്നു. അതായത് നമ്മുടെയൊക്കെ ഉള്ളിൽ ചില പ്രതികരിച്ചില്ലെങ്കിൽ സാറ് പറഞ്ഞ ഈ തോട്ട് എനിക്ക് keep ചെയ്യാൻ പറ്റുന്നില്ല. അതായത് നമ്മുടെയൊക്കെ ഉള്ളിൽ എന്തായാലും നമ്മൾ ആദ്യത്തെ പുറത്തേക്ക് വന്നതാണെന്ന് മനസ്സിലായല്ലോ. ഒരു ഒന്നിലൊന്നാണ് നടന്ന് തുടങ്ങിയെന്ന് മനസ്സിലായല്ലോ. അപ്പോ അങ്ങനെ വരുന്ന സമയത്ത് എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ, സാധാരണഗതിയിൽ നമ്മളിലെല്ലാം ചില ആന്തരിക ചോദനകൾ ഉണ്ടാകും. ആന്തരിക ചോദനകൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നമ്മൾ എത്രയൊക്കെ തേച്ചാലും മായ്ച്ചാലും പോകാത്ത ചില പാടുകൾ എന്ന് പറയും. നമ്മൾ മേക്കപ്പ് ഇട്ട് മറച്ചു വെക്കുന്ന ചില സംഭവങ്ങളുണ്ടല്ലോ, അത് പലപ്പോഴും ഉണ്ടാകും. അത് പോകണമെങ്കിൽ കുറച്ച് കാലം കഴിയേണ്ടി വരും, കുറേ നടക്കേണ്ടി വരും. എന്നാൽ മാത്രമേ അതിങ്ങനെ തേഞ്ഞു പോകുള്ളൂ. അത് പോകാത്തിടത്തോളം കാലം അതാത് സാഹചര്യങ്ങൾ വരുമ്പോൾ ഈ ചോദനകൾ പുറത്ത് ചാടും. ഒരു നീലക്കുറുക്കന്റെ കഥ കേട്ടിട്ടില്ലേ? കൂയ കേട്ടിട്ടുണ്ടോ? ആ, അതായത് കുറുക്കന്റെ മുകളിൽ ചായം പൂശി, അത് ഭൗതികമായിട്ട് പുറമെ എല്ലാം മാറി, അതിന്റെ ഷേപ്പിലും എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നു. അതിന് രാജാവാണെന്ന് കാട്ടിലെ മൃഗങ്ങളെല്ലാം അംഗീകരിച്ചു. അങ്ങനെ ഒരു സ്ഥാനത്ത് കൊണ്ടിരുത്തി കിരീടം വെച്ചു കൊടുത്തു, ഒക്കെ സംഭവിച്ചു. അതിനുള്ള ഭക്ഷണം കൊടുത്തു, പരിചാരകർ കൊടുത്തു, ഒക്കെ കൊടുത്തു. പക്ഷെ എങ്കിൽ പോലും പുറമെ പഴയ കൂവല് കേട്ടപ്പോൾ ഇവനത് അടക്കി വെക്കാൻ പറ്റില്ല. അപ്പൊ ഉള്ളിലെ പഴയ കുറുക്കൻ പുറത്തേക്ക് ചാടി. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൂടി അടങ്ങണമെങ്കിൽ അതിശക്തമായിട്ടുള്ള ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. ആന്തരികമായിട്ടുള്ള പല തിരിച്ചറിവുകളിലൂടെയും പോകേണ്ടതുണ്ട്. അത് ശരിക്കും ഇവിടെ ഒരു കുഞ്ഞു കാര്യം വരുന്നതെന്ന് പറഞ്ഞാൽ, പലപ്പോഴും പലരുടെയും യാത്ര കുറച്ച് വേഗത്തിലായി പോകും. ഓരോ ഘട്ടങ്ങളിൽ ഇപ്പോൾ 7th സ്റ്റാൻഡേർഡ് നമ്മൾ പഠിക്കുമ്പോൾ 1 വർഷം നമ്മൾ അവിടെ ഇരിക്കണം, അല്ലേ? ഈ 1 വർഷത്തെ പാഠഭാഗങ്ങൾ മുഴുവൻ നമുക്ക് വേണമെങ്കിൽ കുത്തിയിരുന്ന് പഠിച്ചാൽ 1 മാസം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ 1 മാസം കൊണ്ട് പഠിച്ചെടുത്ത് പരീക്ഷ എഴുതി 7ാം ക്ലാസ് പാസ്സായി വന്നാൽ ആ 1 വർഷത്തെ എക്സ്പീരിയൻസ് നമുക്ക് അവിടെ കിട്ടില്ല. മനസ്സിലായോ? ചില കാര്യങ്ങൾ തപാലിലൂടെ പഠിക്കുന്നത് പോലെയുള്ള പരിമിതികൾ അവിടെ വരും. അവിടെയാണ് ഈ ഉള്ളിലെ ചോദനകൾ പുറത്തേക്ക് ചാടിപ്പോകും, നമ്മൾ പോലും അറിയാതെ. കൃത്യമായിട്ടുള്ള സമയവും കാലവും സാഹചര്യങ്ങളിലൂടെയും ഒക്കെ കടന്നു വന്നാണ് പഠിക്കുന്നത് എങ്കിൽ, ഈ മാറ്റങ്ങൾ വരുന്നത് എങ്കിൽ അവിടെ വരില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ആശ്രമ ജീവിതത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഭിക്ഷാടനത്തിനൊക്കെ വിടുന്നത്. അവിടെ പൂർവജന്മ അല്ല, സോറി, എന്താ പറയുന്നത്, പൂർവാശ്രമത്തിൽ എന്ന് പറഞ്ഞാൽ അതിനു മുൻപ് ജീവിച്ചിരുന്ന സമയത്ത് നമ്മൾ എന്താണെങ്കിലും ശരി, നമ്മുടെ പദവി എന്താണെങ്കിലും ശരി, സോഷ്യൽ സ്റ്റേറ്റസ് എന്തായിരുന്നെങ്കിലും ശരി, ഭിക്ഷാടനത്തിനൊക്കെ പോകുന്ന സമയത്ത് ഈ പറയുന്ന ഈഗോ പൂർണ്ണമായിട്ടും അവിടെ ഇല്ലാതാകും. പിന്നെ ആർക്കും എന്ത് പറഞ്ഞാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല, ആ വിധത്തിലാകും. അവിടെയാണ് ചില പരിശീലനങ്ങളുടെയൊക്കെ പ്രാധാന്യം വരുന്നത്. ക്ലിയർ ആയോ? ഒന്ന് പറയാമോ? ക്ലിയർ ആയി. sir. എന്നാലും ഒന്നും കൂടി ഉണ്ട് സാർ, ഒരു സംശയം കൂടി ഉണ്ട്, ചോദിച്ചോട്ടെ? ഇത് ചോദിച്ചത് ക്ലിയർ ആയോ? ക്ലിയർ ആയി സാർ. ശരി. എന്നാലും ഒന്നും കൂടി ഉണ്ട്. നമ്മുടെ ഇപ്പൊ പറയുന്നുണ്ടല്ലോ, നമ്മള് ഈ ആത്മീയ ലെവലിലൂടെ സഞ്ചരിച്ചു, നമുക്ക് ഈ ബോധ്യങ്ങൾ വന്നു, നമ്മൾ അതിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും നമ്മൾ അതിനെ അധികരിച്ചു പോകുമ്പോൾ അത് നമ്മുടെ ബോഡി ഹോർമോൺ വേരിയേഷൻ കൊണ്ടാണെന്നും, അല്ലെങ്കിൽ നമ്മളിപ്പോ മെനോപോസിലൂടെ കടന്നു പോകുമ്പോ, അല്ലെങ്കിൽ ടീനേജില് അതിലേക്ക് വരുമ്പോ, ഇങ്ങനെയൊക്കെ പറയുന്നതിൽ എത്രത്തോളം ഒരു റിയാലിറ്റി ഉണ്ട്? അപ്പൊ അതും ഈ ആത്മീയതയും തമ്മിൽ എങ്ങനെ നമുക്ക്
പറയാം. ഈ ഹോർമോണൽ വേരിയേഷൻസ് ഒക്കെ സംഭവിക്കുന്നത് നമ്മളിൽ തന്നെ ആന്തരിക യുദ്ധങ്ങൾ സംഭവിക്കുന്ന സമയത്താണ്, ആന്തരിക യുദ്ധങ്ങൾ നടക്കുന്ന സമയത്താണ്. അതായത് ഒരു വ്യക്തി ഒരു കാര്യം നമ്മളോട് പറയുന്നു, ഒന്നുകിൽ നമുക്ക് വളരെ ശൂന്യമായിട്ട് അത് വിടാൻ പറ്റും, നമ്മളത് ഏറ്റെടുക്കുന്നേ ഇല്ല, വെറും സാക്ഷിഭാവത്തിൽ നമുക്കത് വിട്ടുകളയാൻ പറ്റും. അതായത് ഒരു സിനിമ കാണുന്നത് പോലെ, സിനിമയിൽ നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ അവിടെ തല്ലും ബഹളവും ബോംബേറും ഒക്കെ നടക്കും, പക്ഷെ നമ്മൾ സുഖമായിട്ട് കൈകെട്ടി നിന്നിട്ടത് കാണും. കാരണം അത് നമ്മളെ ബാധിക്കുന്നില്ല എന്ന് നമുക്ക് നല്ല ഉറപ്പുണ്ട്. അതേസമയം ഇതുപോലൊരു സംഭവം നടക്കുന്ന ആ സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എങ്കിൽ അങ്ങനെ കൈകെട്ടി നിന്ന് കാണാൻ നമുക്ക് പറ്റില്ല. നമ്മൾ അതിൽ പങ്കാളിയല്ല എങ്കിൽ പോലും ഒരു പക്ഷെ അതിലൊരു കല്ല് നമ്മുടെ നേർക്കും വരാം, ഒരു ബോംബിന്റെ ചീള് നമ്മുടെ നേർക്കും വരാം. അപ്പൊ അവിടെ നമ്മുടെ സമാധാനം കെട്ടുപോകും. അതിനപ്പുറം ആ സാക്ഷിഭാവത്തിലേക്ക് പൂർണ്ണമായിട്ടും മാറിയാൽ, അതായത് ഈ എറിയുന്നവനും ഈ പറയുന്നവരും ഞാൻ തന്നെയാണ്, എന്നെ ചീത്ത പറയുന്നത് ഞാൻ തന്നെയാണ്, എന്നെ മോശം പറയുന്നത് ഞാൻ തന്നെയാണ്, എന്നെ ആക്രമിക്കുന്നത് ഞാൻ തന്നെയാണ്, ഈ ഒരു ഭാവത്തിലേക്ക് പൂർണ്ണമായിട്ടും മാറിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഹോർമോണൽ വേരിയേഷൻസ് ഒന്നും അവിടെ ഉണ്ടാവില്ല. പാതിയും പ്രതിയും ഒരാൾ തന്നെയാണ്, അപ്പോൾ ഉണ്ടാവില്ല. ഇപ്പൊ സിമ്പിളി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഒരു വിരല്, ഒരു പക്ഷെ നമ്മുടെ തന്നെ വിരല് നമ്മുടെ കണ്ണിലൊന്ന് കൊണ്ടുവന്നിരിക്കട്ടെ, നമുക്ക് വേദനിക്കും, ശരിയാണ്. പക്ഷെ ഈ വിരലിനോട് നമുക്ക് ദേഷ്യം തോന്നുമോ? വിരലിന് 2 തല്ല് കൊടുക്കാൻ തോന്നുമോ? ഇല്ല. കാരണം അത് ഞാൻ തന്നെയാണല്ലോ. അതുപോലൊരവസ്ഥയിലേക്ക് വരും. പക്ഷെ അതൊന്നും അത്ര എളുപ്പമല്ല, സമയമെടുക്കും, കാലമെടുക്കും. കുറച്ചുകൂടി ക്ഷമയോടുകൂടി കാത്തിരിക്കുക. സമയവും കാലവും എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട് കേട്ടോ. ഈ പറയുന്ന 7 ഘട്ടങ്ങള് ഒരു ജന്മം കൊണ്ട് പോലും സംഭവിച്ചു കൊള്ളണമെന്നില്ല. ചിലപ്പോൾ ജന്മാന്തരങ്ങൾ കൊണ്ടായിരിക്കും സംഭവിച്ചു വരുന്നത്. അതിൽ ചിലപ്പോൾ ഇതിന്റെ ആദ്യത്തെ ഒരു 2 ഘട്ടം നമ്മുടെ കഴിഞ്ഞ കുറെ ജന്മങ്ങളിലൂടെ കടന്നു വന്നപ്പോൾ സംഭവിച്ചിട്ടുണ്ടാകും. 3-ാം ഘട്ടം മുതലായിരിക്കും ഇവിടെ തുടങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെ ആകുലതകളൊന്നും വേണ്ട. ഇതൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവിടെയാണ് ഇപ്പൊ എത്തി നിൽക്കുന്നത് എന്നുള്ളത്. ഒരു ചങ്ങലയുടെ ഏറ്റവും സ്ട്രെങ്ത് എന്ന് പറയുന്നത്, എത്ര വലിയ ചങ്ങലയായാലും എത്ര ഹെവി ആയിട്ടുള്ള ചങ്ങലയായാലും അതിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും ദുർബലമായിട്ടുള്ള കണ്ണി എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതാണിപ്പോ എൻ്റെ അവസ്ഥ. അതിലൊന്ന് മുകളിലുള്ളത് കയറിയിട്ടില്ല എന്ന് ഞാൻ പഠിച്ചു വരുന്നുണ്ട്, പക്ഷെ കയറിയിട്ടില്ല എന്ന് മാത്രം കണക്ക് കൂട്ടിയാൽ മതി. ക്ലിയർ ആയോ? പറയാമോ? ക്ലിയർ ആയി സർ. ശരി. ചോദിച്ച ആൾക്ക് ക്ലിയർ ആയോ? ഓക്കെ. താങ്ക് യു. ശരി. അപ്പൊ നമ്മളിനി 7-ാം ഘട്ടത്തിലേക്കാണ് പോകുന്നത്. ദ അൾട്ടിമേറ്റ് സ്റ്റേജ്. ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്താണ്, ആത്യന്തികമായിട്ടുള്ള സമാധാനം എന്താണ് എന്ന് തിരിച്ചറിയാൻ പോകുന്ന ആ ഒരവസ്ഥ. വേണമെങ്കിൽ ഒരു മനുഷ്യന്റെ ആത്മീയ യാത്രയുടെ അവസാന പടവ് എന്ന് ഇതിനെ പറയാം. ശ്രീബുദ്ധനെ പോലെയോ രമണ മഹർഷിയെ പോലെയോ ഒക്കെ ഉള്ളവർ എത്തിച്ചേർന്നിരിക്കുന്ന സമ്പൂർണമായിട്ടുള്ള ജ്ഞാനോദയത്തിന്റെ ആ ഒരവസ്ഥ. ഇവിടെ ഈ അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ അനുഭവിക്കുന്നവനെന്നോ അനുഭവമെന്നോ അല്ലെങ്കിൽ അനുഭവിക്കപ്പെടുന്ന കാര്യമെന്നോ ഉള്ള ഈ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതാകും. അനുഭവിക്കുന്ന ഞാനും ഈ അനുഭവവും അനുഭവിക്കപ്പെടുന്ന ആ കാര്യവും എല്ലാം ഒന്ന് തന്നെയായിട്ട് മാറുന്ന ഒരവസ്ഥ. അവിടെ ഒന്നും വ്യത്യാസമില്ല. ഇപ്പോ ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായില്ലല്ലോ? മനസ്സിലായോ? അനുഭവിക്കുന്നയാളും അനുഭവവും അനുഭവിക്കപ്പെടുന്ന കാര്യവും ഈ മൂന്നും ഒരു വ്യത്യാസവും ഇല്ലാതെ ഒന്ന് തന്നെയായിട്ട് മാറുന്നു എന്ന് പറഞ്ഞപ്പോ അത് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ലേ? അത് തന്നെയാണ് ഇതിന്റെ കാര്യം. അതായത് ഈ അവസ്ഥയെ നമുക്ക് വാക്കുകൾ കൊണ്ട് വിശദീകരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. മാത്രമല്ല, ഇത് പരിപൂർണമായിട്ടുള്ള ശാന്തിയുടെയും സമാധാനത്തിന്റെയും ആനന്ദത്തിന്റെയും ഒക്കെ ഒരവസ്ഥയാണ് എന്ന് പറയാം. അവിടെ ജനന മരണങ്ങളുടെയും ഭയത്തിന്റെയും ഒക്കെ ആ ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും സ്വതന്ത്രമായിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും. നമ്മൾ എല്ലാവരും എന്നെങ്കിലും ഒരിക്കല് ഈ അവസ്ഥയിൽ എത്തിച്ചേരുകയും ചെയ്യും. കാരണം അത് നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള വീടാണ്, യഥാർത്ഥമായിട്ടുള്ള ഇടമാണ് എന്നുള്ളതാണ്.
അപ്പൊ എന്നെങ്കിലും ഒരിക്കൽ എത്തിച്ചേരുമെന്ന് പറയുമ്പോൾ തൊട്ട് മുൻപ് പറഞ്ഞതുപോലെ അത് ഒരു പക്ഷേ ഈ ജന്മത്തിൽ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ഈ ജന്മത്തിലെ ചില അനുഭവങ്ങള് അതിലേക്കുള്ള യാത്രയുടെ തുടക്കമാകാം. ആ യാത്രയിൽ കൊണ്ടുപോകേണ്ട, ആ യാത്രയിൽ നമ്മൾ പാകപ്പെടുത്തേണ്ട ആ അറിവുകളിലേക്ക് നയിക്കുന്ന അനുഭവങ്ങൾ മാത്രവുമാകാം. പക്ഷെ എന്നെങ്കിലും ഒരിക്കൽ നമ്മൾ അവിടെ എത്തിച്ചേരും. ഏതെങ്കിലും ഒരു ജന്മത്തിൽ ഒരിക്കൽ നമ്മൾ അവിടെ എത്തിച്ചേരും. അവിടെ ആയിരിക്കാം ഒരുപക്ഷെ സമ്പൂർണമായ മോക്ഷത്തിലേക്ക് ഒരു വ്യക്തി ചുവടുവയ്ക്കുന്നത്. ജനിമൃതികൾക്കെല്ലാം അപ്പുറമുള്ള പുനർജന്മങ്ങൾക്ക് സാധ്യത വളരെ കുറഞ്ഞ മോക്ഷമാർഗത്തിലേക്ക് ഒരു വ്യക്തി ചുവടുവയ്ക്കുന്നത്. കൃത്യമായോ? കൂടുതൽ എന്തെങ്കിലും എവിടെയെങ്കിലും അറിയേണ്ടതുണ്ടോ? പറയൂ. മനസ്സിലായെങ്കിലും എങ്ങും എത്തിയിട്ടില്ല. എന്താണ്? കേട്ടില്ല. കുറച്ചൊക്കെ മനസ്സിലായെങ്കിലും എങ്ങും എത്തിയിട്ടില്ല. ഒരു സ്റ്റേജിലോട്ട് എത്തുന്നില്ല. അത് തന്നെയാണ് ചിലതെല്ലാം അവിടെ നമുക്ക് പൂർണ്ണമായിട്ടും വാക്കുകൾ ഈ കൊണ്ട്. ഏഴാമത്തെ അവസ്ഥ ആ, ഏഴാമത്തെ അവസ്ഥ. ഏഴാമത്തെ അവസ്ഥയിൽ ഒരു ഗുരു പേഴ്സണലി ഒരു ഗുരു ഇതിന് ആവശ്യമുണ്ടെന്നുള്ള തത്വം ഉണ്ടോ? നോ, ശരിക്കും ഏഴാമത്തെ അവസ്ഥയിൽ ഗുരുവും ശിഷ്യനും എല്ലാം ഒന്ന് തന്നെയായിട്ട് മാറും. നമ്മളിവിടെ പ്രപഞ്ചം തന്നെയാണ് ഞാൻ എന്ന് തിരിച്ചറിവ് നേടാൻ തുടങ്ങും. ആറാമത്തെ അവസ്ഥയൊക്കെ കഴിയുമ്പോൾ തന്നെ അല്ലെങ്കിൽ അതിന്റെ ഒരു പകുതി സ്റ്റേജ് കിടക്കുമ്പോൾ പ്രകൃതിയെ, പ്രപഞ്ചത്തിനെ ഗുരുവായിട്ട് കാണാൻ പറ്റും. അവിടെ നിന്ന് പല വിധത്തിലുള്ള അറിവുകളും ആശയങ്ങളും എല്ലാം നമുക്ക് കിട്ടാൻ തുടങ്ങും. നമ്മുടെ പല പ്രപഞ്ചം എന്ന് പറയുന്നത് ചോദ്യങ്ങൾക്കും. നമ്മുടെ കോൺഷ്യസ്നെസ് ആണോ സർ? ഏതാ? നമ്മുടെ കോൺഷ്യസ്നെസ് തന്നെയാണോ? എന്ത്? കേട്ടില്ല ഞാൻ. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്, ഗുരു എന്ന് പറയുന്നത് സ്വയം നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ തന്നെയാണോ? കോൺഷ്യസ് എന്ന് പറയാൻ പറ്റില്ല. കോൺഷ്യസ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയായിട്ട് നമുക്ക് കണക്കാക്കാം. നമ്മുടെ ഉപബോധത്തിനും അബോധത്തിനും അപ്പുറമുള്ള, വേണമെങ്കിൽ നമ്മൾ പ്രപഞ്ചബോധമൊക്കെ എന്നൊക്കെ പറയുന്നില്ലേ, ആ കൺസെപ്റ്റാണ് പറയുന്ന ആത്യന്തികമായിട്ടുള്ള ഗുരു എന്ന് പറയുന്നത്. കാരണം അവിടെ എല്ലാ അറിവുകളുമുണ്ട്, സകല അറിവുകളുമുണ്ട്. നമ്മൾ ഇന്റർനെറ്റിൽ കണക്ട് ആവുന്നത് പോലെയുള്ള സകല അറിവുകളുമുണ്ട്. ആ അറിവുകൾ ആർജിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ആ സമയത്ത് നമ്മുടെ ബോധം, അതായത് കോൺഷ്യസ് മാറും. അപ്പോൾ ആ കോൺഷ്യസ് തിരിച്ചറിയും ഞാനും മറ്റുള്ളതും എല്ലാം ഒന്ന് തന്നെയാണ് എന്നുള്ള തിരിച്ചറിയും. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ക്ലിയർ ആയോ? ഇതുപോലെ ചിന്തിച്ചിരുന്നെങ്കിൽ ലോകം എത്ര സുന്ദരമാകും സാറേ. അങ്ങനെ സുന്ദരമായി കഴിഞ്ഞാൽ പക്ഷെ ലോകത്തിന് നിലനിൽപ്പുണ്ടാവില്ല. അങ്ങനെയുണ്ട്. സാറ് പറയുന്ന കുറെ ഞെട്ടിക്കുന്ന അറിവുകളാണ്. വളരെ ബ്യൂട്ടിഫുൾ. താങ്ക് യു സാർ. ആക്ച്വലി ലോകത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട, നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുക. നമ്മളിലൊരു മാറ്റം വന്നാൽ മതി. ലോകം മാറാനായിട്ട് നമ്മൾ കാത്തിരിക്കേണ്ടതില്ല. നമ്മളിൽ മാറ്റങ്ങൾ വരുമ്പോൾ തന്നെ അത് ലോകത്തിലേക്ക് ബാധിക്കും, ലോകത്തിൽ വ്യാപിക്കും. ഒരു മെഴുകുതിരിയാണ്, ഒരു ചെറിയ നാളമാണ് നമ്മൾ തെളിയിച്ച് വെക്കുന്നത് എങ്കിൽ പോലും അത് കുറേ ദൂരത്തിൽ പ്രകാശം പരത്തും, അല്ലേ? വലിയൊരു ലൈറ്റ് തെളിയട്ടെ എന്നിട്ട് ഞാൻ എൻ്റെ നാളം കൊളുത്താം എന്ന് കരുതി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഒരു ഗൃഹസ്ഥാശ്രമം ഈ ഏഴാമത്തെ അവസ്ഥയിലായാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ സർ? ഒരു കുഴപ്പമില്ല. ഗൃഹസ്ഥാശ്രമം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബസ്ഥൻ അല്ലെങ്കിൽ കുടുംബസ്ഥയായിട്ട് ജീവിച്ചുകൊണ്ട് തന്നെ ഇതെല്ലാം ആകാം, കുഴപ്പമൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? അതിന് ഗൃഹസ്ഥാശ്രമം വെടിയണം അങ്ങനെ ഒന്നുമില്ല. അപ്പോഴത് കൂടെ ഇപ്പൊ 4-ലും 5-ലും നിൽക്കുന്നവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവിടെ ആകെ പ്രശ്നങ്ങളാവില്ലേ? അല്ല, അവിടെ ആകെ പ്രശ്നമാവില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ ആരാണ് പ്രശ്നമാക്കേണ്ടത്? അല്ല, അതിലോട്ട് വരാത്തവർക്ക് അതൊരു ബുദ്ധിമുട്ടാവില്ലേ? അപ്പൊ അവർക്ക് ബുദ്ധിമുട്ടായിക്കോട്ടെ, അത് നമ്മൾ നോക്കണ്ട. ശരിക്കും അവിടെ പ്രശ്നമാകേണ്ടത് നമുക്കല്ലേ, യാത്ര ചെയ്യുന്ന ആൾക്കല്ലേ. യാത്ര ചെയ്യുന്ന ആളത് പ്രശ്നമല്ലാത്ത വിധത്തിലൊരു മാനസികാവസ്ഥയിലേക്കാണ് എത്തുന്നത്. അയാളും എൻ്റെ പാർട്ട്ണറും ഞാൻ തന്നെയാണ്, എന്നെ എതിർക്കാൻ വരുന്ന ഒരാളും ഞാൻ തന്നെയാണ്, എൻ്റെ യാത്രയെ തടസ്സപ്പെടുത്തുന്ന ആളും ഞാൻ തന്നെയാണ്. ഈ ഒരു തിരിച്ചറിവോടെ വന്നു കഴിഞ്ഞാലോ? അതാണ് സാർ ത്വമേവ മാതാ സാറിന്റെ ആദ്യത്തെ ആ ഒരു സോങ്ങിന്റെ അർത്ഥം. അത് തന്നെയാണ്. എല്ലാം ഞാൻ തന്നെയാണ്. എൻ്റെ ഗുരുവും എൻ്റെ വഴികാട്ടിയും എൻ്റെ സുഹൃത്തും എല്ലാം ഞാൻ തന്നെയാണ് എന്ന് പറയില്ലേ? അപ്പോൾ വാദിയും പ്രതിയും ഒന്ന് തന്നെയാണെങ്കിൽ പിന്നെ അവിടെ പരാതിയില്ലല്ലോ. അത്രയേ ഉള്ളൂ. വാദിയും പ്രതിയും രണ്ടായി നിൽക്കുമ്പോഴാണ് പരാതിയും പരിഭവവും. സാർ ഈ തലങ്ങൾ ഓരോ ഇത് വരുന്നുണ്ട് സാർ, പക്ഷേ പറ്റുന്നില്ല. ക്ഷമയോടെ കാത്തിരിക്കൂ, ക്ഷമയോടെ കാത്തിരിക്കൂ കേട്ടോ. ഓക്കെ, ശരി.
ഇനി നമുക്ക് ഈ 7 പടവുകളില് നമ്മൾ എവിടെയാണ് എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ചില ചെറിയ മാർഗങ്ങൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് തൽക്കാലം ഇത് അവസാനിപ്പിക്കാം. ഇതിന്റെ കുറച്ചുകൂടി ഒരു 2ാം ഭാഗം വേണമെങ്കിൽ മറ്റൊരു സമയത്ത് വെക്കാം, അടുത്ത ആഴ്ച മറ്റോ വെക്കാം. അത് ഇതിന്റെ റെസ്പോൺസ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് വെക്കാം കേട്ടോ. ഇതില് എവിടെയാണ് ഞാൻ എന്നുള്ളത് സ്വയം വിലയിരുത്താൻ വേണ്ടിയിട്ടുള്ള, സ്വയം തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു മാർഗങ്ങൾ കൂടി പറയാം. ഇവിടെ ഒന്ന്, പ്രതിസന്ധികളോടുള്ള എൻ്റെ പ്രതികരണം എങ്ങനെയാണ് എന്നുള്ളത്. അതായത് വളരെ വളരെ ലളിതമായിട്ട് പറയും, ഒരു വ്യക്തി ശരിക്കും അയാൾ എന്താണ്, എങ്ങനെയാണ്, അയാളുടെ സ്വഭാവം എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു കുഞ്ഞു മാർഗം എന്താണെന്ന് പറഞ്ഞാൽ, പുറമെ വളരെ പോളിഷ്ഡ് ആയിരിക്കും, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് സംസാരിക്കുന്ന വ്യക്തിയായിരിക്കും, ഭയങ്കരമായിട്ട് എല്ലാവരും ഉപദേശിക്കുന്ന ആളായിരിക്കും, എല്ലാം ശരിയായിരിക്കും, നല്ല പഠിപ്പുള്ള ആളായിരിക്കും. പക്ഷെ ശരിക്കും അയാൾ എന്താണ് എന്ന് അറിയണമെങ്കിൽ ഒരു ക്രൈസിസിലൂടെ കടന്നു പോകുമ്പോൾ ആളുടെ സ്വഭാവം എന്താണ്, ആൾ ഉപയോഗിക്കുന്ന വാക്കുകൾ എന്താണ്, ആളുടെ പെരുമാറ്റം എന്താണ്, ഇതൊന്ന് മാറി നിന്ന് നോക്കിയാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? കാരണം നമ്മളൊക്കെ സാധാരണ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചില മുഖംമൂടികളൊക്കെ ഉപയോഗിക്കാറുണ്ട്. വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള, വളരെ ഭംഗിയുള്ള മുഖംമൂടികൾ. ഒന്നുമല്ല, കുറേ അധികം. വീട്ടിലൊരു മുഖംമൂടി ഉപയോഗിക്കും, അതിൽ ഭാര്യയുടെ അടുത്ത് ഒരു മുഖംമൂടി ഉപയോഗിക്കും, അമ്മയുടെയും അച്ഛൻ്റെ അടുത്തൊക്കെ വേറെ മുഖംമൂടി ഉപയോഗിക്കും, സുഹൃത്തുക്കളോട് മറ്റൊരു മുഖംമൂടി ഉപയോഗിക്കും, ഓഫീസിൽ വേറെ മുഖംമൂടി ഉപയോഗിക്കും, പബ്ലിക്കിൽ വേറെ മുഖംമൂടി ഉപയോഗിക്കും. ഇതെല്ലാം ചെയ്യും. പക്ഷേ ഒരു ക്രൈസിസിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഈ മുഖംമൂടികൾ സ്വയം അറിയാതെ തന്നെ കഴിഞ്ഞ് വീണു പോകും. അപ്പൊ അറിയാൻ പറ്റും ശരിക്കും ആൾ എന്താണ്. അതുപോലെ സ്വയം ഇവിടെ ഒന്ന് വിശകലനം നടത്തുക. ഒരു സാധാരണഗതിയിലുള്ള പ്രതിസന്ധികളോടുള്ള എൻ്റെ പ്രതികരണം എങ്ങനെയാണ് എന്നുള്ളത്. നേരത്തെ ചോദിച്ചില്ലേ, വീട്ടിലെ പ്രശ്നങ്ങൾ, വീട്ടിൽ നിന്നുകൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചില്ലേ. വീട്ടിലെ പാർട്ട്ണർ അല്ലെങ്കിൽ വേറൊരാൾ, അയൽക്കാരൻ ഒരു പ്രശ്നത്തിന് വരുന്ന സമയത്ത് അവിടെ എൻ്റെ പ്രതികരണം എങ്ങനെയാണ് എന്നുള്ളത് നോക്കുക, സ്വയം പ്രതികരണം എങ്ങനെയാണെന്ന് നോക്കുക. ഒന്ന്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു എന്ന് കരുതുക. ഉടനെ അവിടെ നിരാശ ഉണ്ടാകുമോ? അവിടെ മറ്റുള്ളവരെയോ സാഹചര്യങ്ങളെയൊക്കെ കുറ്റം പറയാൻ ശ്രമിക്കുമോ? അങ്ങനെയൊക്കെ ആണ് എങ്കിൽ ഒട്ടും ആശങ്ക വേണ്ട, ആദ്യത്തെ പടവുകളിൽ തന്നെയാണ്. ആദ്യത്തെ പടവുകളിൽ തന്നെയാണ്. അവിടെ ആശങ്കയൊന്നും വേണ്ട, ഒരു കൺഫ്യൂഷനും വേണ്ട. അതിലപ്പുറം ഇതും കടന്നു പോകും. എനിക്കെന്തോ പഠിക്കാനുള്ള സാഹചര്യമാണ് എന്ന് ചിന്തിക്കാൻ അവിടെ സാധിക്കുന്നുണ്ട് എങ്കിൽ, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്തും ഇതും മാറും, സാരില്ല. മറിച്ച് ഇതിൽ നിന്ന് എനിക്ക് എന്തൊക്കെയോ പഠിക്കാൻ കൂടിയുണ്ട്, അതിനു വേണ്ടിയിട്ടാണ് ഈ സാഹചര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ ഉയർന്ന പടവുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ഉറപ്പിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത്, തനിച്ചിരിക്കുന്ന സമയത്ത് സമാധാനം തോന്നുന്നുണ്ടോ നോക്കുക. ഒന്ന്. അല്ലെങ്കിൽ ടിവിയോ മൊബൈലോ ഒന്നുമില്ലാതെ, മറ്റൊരു വ്യക്തിയുടെയും സാന്നിധ്യമില്ലാതെ കുറച്ച് സമയം സ്വസ്ഥമായിട്ട് തനിച്ചിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? അതോ അതിലപ്പുറം അവിടെ അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ടോ? ചിന്തകൾ വന്നിട്ട് നിങ്ങൾക്ക് ശ്വാസം മുട്ടുന്നുണ്ടോ? നോക്കുക. ഇവിടെ ഉള്ളിലെ ശാന്തതയുള്ള ഒരാൾക്ക് മാത്രമേ സ്വയം കൂട്ടായിട്ടിരിക്കാൻ സാധിക്കൂ, അതിനെ ആസ്വദിക്കാൻ സാധിക്കൂ. മനസ്സിലാവുന്നുണ്ടോ? സ്വയം ആസ്വദിക്കണമെങ്കിൽ, ആന്തരിക സമാധാനത്തെ അറിയണമെങ്കിൽ ഈ പറയുന്ന വിധത്തിലുള്ള ഒരു ഉയർന്ന പടവിലേക്കുള്ള യാത്ര ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ അവിടെ സാധിക്കൂ. അതിലപ്പുറം അവിടെ അസ്വസ്ഥത സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ, മൊബൈൽ നോക്കാതെ ഇരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ, മറ്റൊരാളോട് സംസാരിക്കാതിരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ, ആ സംസാരിക്കാതിരിക്കാൻ അവസ്ഥ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ, യാത്ര ചുവടെയുള്ള പടികളിൽ തന്നെയാണ് എന്നവിടെ ചിന്തിക്കാം. അതുപോലെ തന്നെ മറ്റുള്ളവരുടെയൊക്കെ വിജയത്തില് നമുക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നുണ്ടോ? പൂർണ്ണമായിട്ട് വെറുതെ അവരോട് പോയിട്ട് കൺഗ്രാജുലേഷൻ പറയുന്നതല്ല, അവരെ വിഷ് ചെയ്യുന്നതല്ല. അതിലപ്പുറം
പൂർണ്ണമായിട്ടും സന്തോഷിക്കാൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെ അയൽക്കാരൻ അല്ലെങ്കിൽ നമ്മളോട് ഒപ്പം പഠിച്ച ഒരാൾ അവരൊക്കെ വലിയ നിലകളിലൊക്കെ എത്തുമ്പോൾ നമുക്ക് എന്താണ് ശരിക്കുമുള്ള വൈകാരിക ഭാവം? ശരിക്കും സന്തോഷം തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ആ വിജയം നമ്മുടേത് കൂടിയായിട്ട് കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതോ അവിടെ ഈഗോ തോന്നുന്നുണ്ടോ? നോക്കണം. ആ വ്യക്തിയുടെ വിജയം നമ്മുടേത് കൂടിയാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പരാജയത്തിലെ നമുക്കും അതുപോലെ ഒരു വൈകാരിക ഭാവം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ആത്മീയതയുടെ ഉയർന്ന പടവുകളിലേക്കുള്ള യാത്രയിൽ തന്നെയാണ്. തിരിച്ചാണെങ്കിൽ ചിന്തിക്കുക, ഇനിയും എവിടെയൊക്കെയോ നമ്മൾ മാറേണ്ടിയിരിക്കുന്നു എന്ന്. കുറച്ചുകൂടി പ്രായോഗികമായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഒരു മാർഗമുണ്ട്. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് തന്നെ ഒരു ഡയറി എടുക്കുക. എന്നിട്ട് ഇന്നത്തെ ദിവസം കടന്നു പോയിരിക്കുന്ന വികാരങ്ങളെ ഒന്ന് എഴുതി വെക്കണം. എത്ര തവണ ദേഷ്യപ്പെട്ടു, അതുപോലെ തന്നെ എത്രമാത്രം നിരാശ തോന്നി, അല്ലെങ്കിൽ എത്ര തവണ നിരാശ തോന്നി, അതുപോലെ എത്രത്തോളം മറ്റുള്ളവരെ സ്നേഹത്തോടു കൂടി കാണാൻ സാധിച്ചു. ഈ വിധത്തിലുള്ള നിരീക്ഷണം, ഇത് നിങ്ങളുടെ ആത്മീയ നിലവാരത്തെ വളരെ കൃത്യമായിട്ട് തിരിച്ചറിയാനും ഉയർത്താനും സാധിക്കും. മാത്രമല്ല, ഇതിൽ മെച്ചപ്പെടുത്തലുകൾ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആത്മീയ തലം ഉയരും. അതുകൊണ്ട് തന്നെ നമ്മുടെ ആത്മീയ തലം ഉയർത്താനുള്ള, ആത്മീയ നിലവാരം ഉയർത്താനുള്ള ഒരു കുഞ്ഞു താക്കോലായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ മാർഗത്തെ നമുക്ക് കാണാൻ സാധിക്കും. ഈ 7 പടവുകളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ബോധ്യം ഉണ്ടായി എന്ന് കരുതുന്നു. കൂടുതൽ എന്തെങ്കിലും അറിയേണ്ടതുണ്ടെങ്കിൽ ചോദിക്കാം. സാർ, ഇതില് നമ്മള് കാര്യം പറഞ്ഞു, നമുക്ക് മുഖംമൂടി. ആ, ഓക്കെ, പറയൂ. പറഞ്ഞോളൂ. നമുക്ക് ജീവിതത്തിലെ ഓരോ പടവുകള് ഇപ്പൊ സാറ് പറഞ്ഞതിൽ നിന്ന് ഇത് നമ്മുടെ ജീവിതത്തില് ആക്ച്വലി സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഓരോ അവസ്ഥകൾ. പക്ഷെ അത് സ്ഥായിയല്ല. സാറ് പറയും പോലെ ഞാൻ 5-ൽ നിന്നാലും പിറ്റേ ദിവസം ചിലപ്പോൾ ഞാൻ 1-ലേക്ക് താഴെ പോകുന്നു. അപ്പൊ ഒന്നാണ് ശരിയായിട്ടുള്ള സംഗതി. അപ്പൊ ഇതിന് ഡെവലപ്പ് ചെയ്യാനാണ് ഇപ്പൊ സാറ് പറഞ്ഞ ഈ ഒരു പ്രാക്ടീസിലൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്യുക. പ്രാർത്ഥന എന്ന് പറയുന്നതും നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ഇതിനു വേണ്ടിയുള്ളത് തന്നെയല്ലേ? അവിടെ 2 കാര്യങ്ങളുണ്ട്. 2 കാര്യങ്ങളെന്ന് പറഞ്ഞാല്, സാധാരണഗതിയിൽ പ്രാർത്ഥനയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം മനുഷ്യനെ ആത്മീയമായിട്ട് ഉണർത്താൻ വേണ്ടി തന്നെ ഉള്ളതാണ്. പക്ഷേ പലപ്പോഴും അതിൻ്റെ യഥാർത്ഥ കാര്യകാരണങ്ങളെ അറിയാതെയാണ് പലരും ചെയ്യുന്നത്. അതുകൊണ്ട് എത്രയൊക്കെ പ്രാർത്ഥിച്ചാലും, എത്രയൊക്കെ മുന്നോട്ട് പോകുന്നു എന്ന് കരുതിയാലും ആദ്യത്തെ പടവിൽ തന്നെ നിൽക്കും. പലരും കരുതുന്നത് എന്താ, സദാസമയം ദേവാലയങ്ങളിൽ ചെലവഴിക്കുക, അല്ലെങ്കിൽ മന്ത്രങ്ങളും വഴിപാടുകളും ഒക്കെ ആയിട്ട് ആ മാർഗത്തിലൂടെ പോവുക എന്നുള്ളതാണ് ആത്മീയത എന്നുള്ളതാണ്. അതിലപ്പുറം അവനവനിലുള്ള ചൈതന്യത്തെ വളർത്തുക, ഉയർത്തുക, ഉപാധികളില്ലാതെ സ്നേഹിക്കാനും ഈ പ്രപഞ്ചവും ഞാനും ഒന്ന് തന്നെയാണ് എന്ന് ശീലിക്കാനുമൊക്കെ സാധിക്കുന്നിടത്താണ് ഈ പറയുന്ന ആത്മീയ ഉണർവുണ്ടാകുന്നത് എന്ന് തിരിച്ചറിയാൻ പലപ്പോഴും പലരും മറന്നു പോകുന്നുണ്ട്. ഇതാണ് സംഭവിക്കുന്നത്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ, ദേവാലയങ്ങളിൽ പോയിട്ട് ഒരുപാട് വഴിപാടുകൾ കൊടുക്കുന്നയാള് തൊട്ടടുത്ത് നിൽക്കുന്ന വിശക്കുന്ന ഒരാൾക്ക് ഇച്ചിരി ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് സമയം കാണില്ല, അല്ലെങ്കിൽ പണം കൊടുക്കില്ല, പണം ചിലവഴിക്കില്ല, അല്ലെങ്കിൽ അയാളുടെ വേദന കാണാൻ വേണ്ടിയിട്ടുള്ള കാഴ്ച ഇയാൾക്ക് ഉണ്ടാവില്ല. അപ്പൊ പിന്നെ എന്തുയർച്ചയാണ് അവിടെ സംഭവിക്കുന്നത്? മനസ്സിലാവുന്നുണ്ടോ? എവിടെയോ ഇരിക്കുന്ന ഏതോ ഒരു ദൈവത്തെ പ്രീതിപ്പെടുത്താനുള്ള ഓട്ടമാണ് പലരും ആത്മീയത എന്ന് പറഞ്ഞിട്ട് കരുതുന്നത്. അതിലപ്പുറം അവനവനിലെ ഈശ്വരീയ ഭാവത്തെ ഉയർത്തുക, അതിനുവേണ്ട മാർഗങ്ങളാണ് ഈ ചെയ്യാൻ പറയുന്നത്. അത് ചിന്തകൾ കൊണ്ടായാലും ശരി, പ്രവൃത്തികൾ കൊണ്ടായാലും ശരി. സാർ, ഇവിടെ ഞാനും പ്രപഞ്ചവും ഒന്നാവണം എന്ന് പറയുമ്പോ നമ്മള് ഞാനും ദൈവവും ഒന്നാവണം എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. തീർച്ചയായിട്ടും. അഹം ബ്രഹ്മാസ്മി എന്ന് കൃഷ്ണൻ പറഞ്ഞില്ലേ? എന്താ അഹം ബ്രഹ്മാസ്മി? അഹം ബ്രഹ്മാസ്മി, ഞാൻ ദൈവമാകുന്നു.
അത് കൃഷ്ണൻ എന്ന് പറയുന്ന ശരീരത്തെ ചൂണ്ടിയിട്ടല്ല അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ഉള്ളിലെ ഈശ്വരീയ ഭാവത്തെ ചൂണ്ടിയിട്ടാണ്. അതേ ഈശ്വരീയ ഭാവം കൃഷ്ണൻ പറഞ്ഞ അതേ അഹം ബ്രഹ്മാസ്മി തന്നെയാണ് ഇവിടെ. മനസ്സിലാവും? തത്വമസി അത് നീ തന്നെയാണ് എന്ന് പറയുന്നില്ലേ? അത് അത്രയേ ഉള്ളൂ. താങ്ക് യു. സർ പിന്നെ ഈ 7 പടവുകളെ പറ്റി ഒരു നമുക്ക് കുറച്ച് മെറ്റീരിയൽ ആയിട്ട് ഓരോ ലൈനോ 2 ലൈനായിട്ടൊന്ന് ഷോർട്ട് നോട്ട് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. കാരണം ഇത് കേൾക്കുമ്പോൾ എഴുതിയെടുക്കാൻ ശ്രമിച്ച ആ ശ്രദ്ധ മാറും സർ. ഷോർട്ട് അത് നോട്ട് ഞാൻ കാരണം ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ, നാളെ പോസ്റ്റ് ചെയ്യാം. ഓക്കെ സർ. പിന്നെ ഒരു സംശയം കൂടി. പറയൂ. സർ, അപ്പൊ നമ്മൾ ഇതേപോലെ നമ്മളോട് ഇപ്പൊ തെറ്റ് ചെയ്തവരോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിച്ചവരോടും നമുക്കൊരു നിഷ്പക്ഷമായിട്ടുള്ള ഒരു നിലപാട് അല്ല, ഒരു ഉപാധികളില്ലാതെ ദേഷ്യം. ക്ഷമിക്കാൻ പറയും. ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ പറയുന്നത് ഉപാധികളില്ലാതെ ക്ഷമിക്കാൻ പറയും. നേരത്തെ പറഞ്ഞില്ല, അനുഭവമില്ല, അനുഭവിക്കുന്ന വ്യക്തിയുമില്ല, അവിടെ ഞാനില്ല, നമ്മളേ ഉള്ളൂ. അപ്പോ വാദിയും പ്രതിയും ഒന്നാവില്ലേ? അപ്പൊ പിന്നെ നമ്മളോട് ആരാണ് തെറ്റ് ചെയ്തത്? ഇനി അത് ഒരുപാട് ആഴത്തിലേക്ക് നമുക്ക് പോകേണ്ടി വരും. മറ്റൊരിക്കൽ പറയാൻ ചെറിയൊരു ഉദാഹരണം മാത്രം പറഞ്ഞ് ഞാൻ അത് സ്റ്റോപ്പ് ചെയ്യാം. അതായത് ഒരു അധ്യാപകൻ പണ്ട് തല്ലിയ സമയത്ത് വേദനിച്ചു. ആ സമയത്ത് അധ്യാപകനോട് എന്താ തോന്നിയത്? നല്ല തങ്കപ്പെട്ട മാഷെന്ന് തോന്നിയോ? ദേഷ്യം തോന്നി ഇല്ലേ? എന്നാലും നമ്മുടെ എന്നാൽ ദേഷ്യമല്ല തോന്നി, ഒരു കല്ലെടുത്തൊരു ഏറ് കൊടുക്കാൻ തോന്നി എന്ന് പറഞ്ഞാൽ മതി. ഇന്ന് അധ്യാപകനോട് എന്താ തോന്നുന്നത്? റെസ്പെക്ട്, ചിലപ്പോ സ്നേഹം തോന്നുന്നുണ്ടാകും ഇല്ലേ? അന്നത്തെ ദേഷ്യം ഇന്ന് സ്നേഹമായിട്ട് മാറിയത് എന്തുകൊണ്ടാണ്? അനുഭവങ്ങളിൽ നിന്നാണ് അത് മാറിയത്. അനുഭവങ്ങളിൽ നിന്നാണ് മാറിയത്. അതുപോലെ തന്നെ അത് മാറാൻ എത്ര കാലം എടുത്തു? ഒരുപാട് വർഷം എടുത്തു. ഇതുപോലെ തന്നെ ഇനിയും കുറെ കൂടി വർഷം എടുക്കും ഇന്ന് വേദനിപ്പിച്ചതും ഇതുപോലെ അധ്യാപകനാണ് തിരിച്ചറിയാൻ. പിടികിട്ടിയോ? അത്രേ ഉള്ളൂ. ക്ലിയർ ആയോ അത്? എനിക്കൊരു ചോദ്യമുണ്ട്. പറയൂ. അപ്പൊ നമ്മളെ തെറ്റെന്ന് പറയാൻ പാടില്ലേ? ഇല്ല, പറയാൻ പാടില്ല എന്നുള്ളല്ല, അത് തീർച്ചയായിട്ടും പറയാം. അതിനാണ് നമുക്ക് യുക്തിയും ബുദ്ധിയും ഒക്കെ തന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് പറയാം. തിരുത്തേണ്ടടുത്ത് തിരുത്താം, മാറ്റങ്ങൾ വരുത്തേണ്ടടുത്ത് മാറ്റങ്ങൾ വരുത്താം, ഒക്കെ ചെയ്യാം. ആത്യന്തികമായിട്ടുള്ള ദേഷ്യമോ വെറുപ്പോ ഒന്നിനോടും വെച്ച് പുലർത്തണ്ട എന്ന് മാത്രമേ പറയുന്നുള്ളൂ. നമ്മളുടെ മുഖംമൂടികൾ മാറ്റപ്പെടുകയല്ലേ സാർ? സാറ് നേരത്തെ പറഞ്ഞല്ലോ മുഖംമൂടികൾ മാറ്റണോന്ന്. മുഖംമൂടികള് എവിടെ? അപ്പൊ നമ്മുടെ സാറ് പറഞ്ഞ് വന്ന ഒരിതില് നമ്മൾ ഓരോരുത്തരും ഓരോ സ്ഥലങ്ങളിലും ഓരോ മുഖംമൂടികൾ ധരിച്ചിട്ടാണ് നമ്മുടെ റിയാലിറ്റി എല്ലാം ഇവിടെ കാണിക്കുന്നത്. പക്ഷെ ആ മുഖംമൂടികൾ നമുക്ക് ആവശ്യമല്ലേ ഈ ജീവിതത്തില്? ഭൗതിക ജീവിതത്തിൽ തീർച്ചയായിട്ടും അത് വേണം, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷെ ആത്മീയതയിലേക്ക് നമുക്ക് കടക്കും തോറും അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഒരു കുഞ്ഞിനെ നോക്ക്, ഒരു ചെറിയ കുഞ്ഞിനെ നോക്ക്. ആ കുഞ്ഞ് മുഖംമൂടികളൊന്നും ഇല്ലാതെയായിരിക്കും അവൻ എല്ലാ മുഖംമൂടികളും അഴിച്ചു വെച്ചിട്ടായിരിക്കും അവൻ പെരുമാറുന്നത്. അവന് മുഖംമൂടി വരുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അവൻ എപ്പോഴാ മുഖംമൂടി വരുന്നത്? ഫോണിൽ ലോക്കിടേണ്ടി വരുന്നത് എപ്പോഴാ? ഫോണിൽ ലോക്കിടേണ്ടി വരുന്നത് എപ്പോഴാ? കുട്ടികൾ കൂടുതൽ ഫോൺ എടുക്കുമ്പോ. അത് കുട്ടികളുടെ തലയിൽ വെച്ച് കുട്ടികളുടെ ഫോൺ എടുക്കുന്നതുകൊണ്ട് മാത്രമേ ഉള്ളൂ. എന്നാ കൊള്ളാം, കുഴപ്പമില്ല. അനാവശ്യമായിട്ട് എടുക്കുമ്പോ നമ്മള് നോക്കി. ശരി, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. കോൺഷ്യസ് മൈൻഡ് ഡെവലപ്പ് ചെയ്യുമ്പോഴായിരിക്കും അല്ലേ? അതായത് കോൺഷ്യസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ ഉദാഹരണം തന്നെ എടുത്താൽ മതി. നമുക്ക് ഫോണിൽ എപ്പോഴാണ് ലോക്ക് ഇടേണ്ടി? കുട്ടികൾ എടുക്കുന്ന കാര്യം അവിടെ നിൽക്കട്ടെ. ഫോൺ എപ്പോഴാണ് ലോക്ക് ഇടേണ്ടി വരുന്നത്? നമുക്ക് സ്വകാര്യമായിട്ടുള്ള ചില ഡേറ്റകൾ അതിനുള്ളിൽ വരുന്ന സമയത്തല്ലേ? അല്ലേ? ഒച്ചകളൊന്ന് ക്ലോസ് ചെയ്യും അല്ലേ? ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് സ്വകാര്യത എന്ന് പറഞ്ഞില്ല, സ്വകാര്യമായിട്ടുള്ള ഡേറ്റകൾ അവനവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ അവന് ലോക്കിന്റെ ആവശ്യമില്ല, മുഖംമൂടിയുടെ ആവശ്യമില്ല. അത്രേ ഉള്ളൂ.
അപ്പോ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ, സ്പിരിച്വാലിറ്റിയിൽ മുന്നോട്ട് പോകുമ്പോൾ, ഞാൻ എന്നുള്ളത് മാറി നമ്മൾ എന്ന് വരുന്ന സമയത്ത് അവിടെ സ്വകാര്യത എന്ന് പറയുന്ന സംഗതി ഇല്ല. ക്ലിയർ ആയോ? റെസ്പോണ്ട് ചോദിച്ചാൽ പോയോ? ഇല്ല സർ, പറയുന്തോറും സംശയം കൂടിക്കൊണ്ടിരിക്കുന്നു. ഇന്നൊന്നും മതിയാവില്ല സർ, വരുന്ന ക്ലാസ്സുകളിൽ കൂടുതൽ അറിയാം. ചോദ്യം ചോദിക്കുന്നവർ മാത്രം മൈക്ക് ഓൺ ചെയ്യും. എന്തൊക്കെയോ ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ശരി, പറയൂ. ഒരു സംശയം പറയൂ. ഒരു പിന്നെ ത്വമേവമേവം എന്ന് തുടങ്ങുന്ന ആ കീർത്തനം ഉണ്ടല്ലോ, അതിന്റെ ആ അർത്ഥം സാറൊന്ന് പറഞ്ഞുതരും. അത് ആരെ എഴുതിയെന്നൊക്കെ? അതൊരു ഉപനിഷത്തിലുള്ളതാണ്. ഉപനിഷത്തിന്റെ പേര് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ഞാൻ വേണമെങ്കിൽ അത് ഗ്രൂപ്പിലിടാം. അതിന്റെ അർത്ഥം ഇതാണ്: എന്റെ മാതാവും പിതാവും സുഹൃത്തും വഴികാട്ടിയും ഗുരുവും എല്ലാം നീ തന്നെയാണ് എന്നാണ് അതിന്റെ അർത്ഥം. അവിടെ നീ എന്ന് പറയുന്നിടത്ത് നമുക്ക് ഒരു ഈശ്വരീയ ഭാവത്തിനെ വേണമെങ്കിൽ കൊണ്ടുവരാം. നമുക്കൊരു ഗുരു ഉണ്ടെങ്കിൽ ഗുരുവിനെ കൊണ്ടുവരാം. പ്രകൃതിയാണെങ്കിൽ പ്രകൃതിയെ കൊണ്ടുവരാം. ഇല്ലെങ്കിൽ അവനവനെ അവിടെ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ ഓക്കെ സാർ, താങ്ക് യു. താങ്ക് യു. നമസ്കാരം. മറ്റെന്തെങ്കിലും? നമസ്കാരം. നമസ്തേ, പറയൂ. സാർ, മറ്റുള്ള മൈക്കുകളെല്ലാം മ്യൂട്ട് ചെയ്ത് വെക്കേ. എന്ന് പറയുന്നത് ഒരു അഫർമേഷൻ ആണോ ശരിക്കും? ഒരു നിമിഷം ഒരു ചാൻസ് തരാം. ഇവിടെ ആരും ചോദിച്ചു തുടങ്ങിയല്ലോ, പറയൂ. നമസ്കാരം സാർ. നമസ്തേ, പറയൂ. സാർ, എനിക്ക് സാറിന്റെ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സുകളിലൂടെയാണ് സാറിന്റെ സെഷൻ എല്ലാം എനിക്ക് ആദ്യമേ പരിചയമായതല്ലേ. ശരി. സാർ, അതില് നമ്മൾ കൂടുതലും നമ്മൾ സമ്പത്തിനെ കുറിച്ചും ഭൗതികതയെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ആത്മീയമായിട്ട് നമ്മൾ പോകുമ്പോൾ ഈ സമ്പത്തിനെ കുറിച്ചും ഭൗതികതയെ കുറിച്ചും നമ്മൾ ശ്രദ്ധ കുറയുകയാണോ ചെയ്യുന്നത്? അത് കാരണം ആക്ച്വൽ ഫാമിലി അഫക്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ടോ? ഇത് നമ്മൾ എങ്ങനെ ബാലൻസ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് എന്റെ ഒരു കൺഫ്യൂഷൻ. ശരി, അത് ഞാൻ പറഞ്ഞുതരാം. ശരിക്കും ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ചില എളുപ്പമാർഗങ്ങളിലൂടെ, കുറുക്ക് വഴികളിലൂടെ സമ്പന്നനാകാനുള്ള ഒരു ടെക്നോളജി അല്ല, ഒരു ടെക്നിക്കല്ല, അല്ലെങ്കിൽ ഒരു സൂത്രപ്പണിയല്ല എന്ന് വേണമെങ്കിൽ പറയാം. വാസ്തവത്തില് നമ്മുടെ സമ്പത്തും ആത്മീയതയും എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആത്മീയതയും ഭൗതികതയും എന്ന് പറയുന്നത് ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. ഈ രണ്ട് വശങ്ങൾ കൃത്യമായിട്ട് ബാലൻസ്ഡ് ആണെങ്കിൽ മാത്രമേ ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധത്തിലും മുന്നോട്ട് പോകാൻ പറ്റൂ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ലോ ഓഫ് അട്രാക്ഷനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ ഒരു കാര്യം ചെയ്തിട്ട് നിങ്ങൾക്ക് സമ്പത്ത് കിട്ടിയെന്നിരിക്കട്ടെ, പണം കിട്ടിയ, സമ്പത്ത് എന്നുള്ള വാക്ക് ഞാൻ വിട്ടു, പണം കിട്ടിയെന്നിരിക്കട്ടെ. ആ സമയത്ത് ശാരീരികമായിട്ടോ ബന്ധങ്ങളിലോ ചുറ്റുപാടുകളിലോ ഒക്കെ അസ്വസ്ഥതകൾ വന്നാൽ പിന്നെ ആ പണം നമുക്ക് എന്താണ് പ്രയോജനം തരുന്നത്? അതിലപ്പുറം സമ്പൂർണമായിട്ടുള്ള ഒരു മാറ്റം, അതാണ് വാസ്തവത്തിൽ ലോ ഓഫ് അട്രാക്ഷനിലൂടെ കൊണ്ടുവരേണ്ടത് നമ്മൾ. കേവലം അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സുകളിൽ അധികം ടെക്നിക്കുകളിലേക്കൊന്നും ഞാൻ കടക്കാറില്ല. പലരും പല നിർബന്ധങ്ങൾ പറയുന്നുണ്ട്, മാത്രം ചെറിയ 1-2 ടെക്നിക്കുകളെ കൊടുക്കുമെന്നുള്ളതേ ഉള്ളൂ. അതിലപ്പുറം ഒരു വ്യക്തിയിലെ ആത്യന്തികമായ മാറ്റം, ശാരീരികവും മാനസികവും വൈകാരികവും ആത്മീയവുമായിട്ടുള്ള മാറ്റം സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ എല്ലാം ബൈ പ്രൊഡക്റ്റ് ആയിട്ട് അവിടെ സമ്പത്ത് ആ വ്യക്തിയിലേക്ക് എത്തുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതൊരു പ്രപഞ്ച നിയമം കൂടിയാണ്. മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന സേവനങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ മൂല്യങ്ങൾക്കും പ്രപഞ്ചം നമുക്ക് തരുന്ന പ്രതിഫലമാണ് സമ്പത്ത് എന്നും ഒരു വളരെ ലളിതമായിട്ടുള്ള ഒരു പ്രാപഞ്ചിക നിയമം അവിടെ നിലനിൽപ്പുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ ശരിക്കും നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ പരിശീലിക്കുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന മൂല്യങ്ങളുടെ പിന്നാലെയാണ് പോകേണ്ടത്, മൂല്യങ്ങളുടെ പിന്നാലെ. പക്ഷേ ഒരു ശരാശരി വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ലോ ഓഫ് അട്രാക്ഷനിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ മെജോറിറ്റി, നിങ്ങൾ എന്തിനാണ് ലോ ഓഫ് അട്രാക്ഷനിലേക്ക് വരുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു 95%-ലധികം പേര്, 100 ഞാൻ പറയുന്നില്ല, മേ ബി നമുക്ക് വേണമെങ്കിലും അങ്ങനെ പറയാം, 95%-ലധികം പേരുടെ പ്രശ്നം പണമായിരിക്കും. അതിൻ്റെ പരിഹാരത്തിനാണ് ലോ ഓഫ് അട്രാക്ഷനിലേക്ക് വരുന്നത്. അവിടെ ഞാൻ ഈ ആത്മീയത പറയാൻ നിന്നാൽ അവിടെ അത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം വിശക്കുന്നവന് ഭക്ഷണമാണ് വേണ്ടത്, അല്ലേ? അതുപോലെ അവിടെ പണത്തിന്റെ പ്രശ്നം കൊണ്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് അവിടെ അതിന് പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് ലോ ഓഫ് അട്രാക്ഷന്റെ ലെവൽ 1-ലും 2-ലും മാത്രമേ, ലെവൽ 1-ലാണ് പണത്തിനെ കുറിച്ച് കൂടുതൽ പറയുന്നത്. ലെവൽ 2 വരുന്ന സമയത്ത് അവിടെ സ്പിരിച്വാലിറ്റി വരുന്നുണ്ട്. ലെവൽ 3 ഒരൊറ്റ ബാച്ച് ഞാൻ ചെയ്തിട്ടുള്ളൂ, ബാക്കി ഇപ്പോഴും പെൻഡിങ്ങിനാണ്. ലെവൽ 3 വരുന്ന സമയത്ത് അവിടെ പൈസയുടെയോ ഭൗതികമായിട്ടുള്ള ഒരു കാര്യവും അവിടെ പരാമർശിക്കുന്നേയില്ല. പൂർണ്ണമായിട്ടും പ്രാപഞ്ചികമായിട്ടുള്ള കാര്യങ്ങൾ, ആത്മീയത,
നമ്മുടെ ഉള്ളിലെ സിദ്ധികൾ മീൻസ് സ്വാഭാവികമല്ല എന്ന് പറഞ്ഞാൽ ആക്ച്വലി സ്വാഭാവികം തന്നെയാണ്, പക്ഷെ നമ്മളിൽ നിന്നൊക്കെ എന്നൊക്കെയോ അന്യം നിന്ന് പോയ പലതിനെയും ഉയർത്തുക ഇങ്ങനെയൊക്കെയുള്ള മോഡുകളാണ് ലോ ഓഫ് അട്രാക്ഷൻ്റെ ലെവൽ 3 ഉള്ളത്. എന്ത് തന്നെയായാലും അത് ഒരൊറ്റ ബാച്ച് മാത്രമേ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് അത് അത്ര പെട്ടെന്ന് എല്ലാവർക്കും ദഹിക്കുന്ന ഒരു വിഷയമല്ല. അതുകൊണ്ടാണ് കൂടുതൽ ബാച്ചുകളിലേക്ക് അത് പോവാത്തത്. വേണമെങ്കിൽ നമുക്ക് വൈകാതെ അതിന്റെ ആ മോഡ്യൂൾ എടുക്കാം. താങ്ക് യു സർ. ഇതാണ് എന്റെ കാര്യം. ചോദിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, നമ്മൾ ഈ ഗുരുക്കന്മാരെ കുറിച്ച് പണ്ട് ബുക്കുകളിൽ വായിക്കുന്നത്, ആത്മീയമായിട്ട് മുന്നേറിയ ആൾക്കാരെ കുറിച്ച് വായിക്കുമ്പോൾ അവർ ഫാമിലി എല്ലാം വിട്ട് ഹിമാലയത്തിൽ പോകുന്നു, തപസ്സിരിക്കുന്നു, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് ജീവിക്കാൻ താല്പര്യപ്പെടുന്നു എന്നാണ് ഗുരുക്കന്മാരെ കുറിച്ച് അറ്റ്ലീസ്റ്റ് ഞാൻ മനസ്സിലാക്കിയ കുറെ കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ആത്മീയതയിലേക്ക് പോകുമ്പോൾ, നമ്മൾ ഫാമിലിയുമായിട്ട് ചേർന്ന് പോകുമ്പോൾ, ആത്മീയതയിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയുള്ള കുറെ ചാലഞ്ചസ് നമുക്ക് വരാനുള്ള ചാൻസസ് ഇല്ലേ? പ്ലസ് സാർ പറഞ്ഞ പോലെ നമ്മൾ ഒരു ലെവലിൽ മേളിലെത്തുമ്പോൾ നമ്മൾ ഒരു സിറ്റുവേഷനെ വൈകാരികമായി കാണാതെ കുറച്ചുകൂടെ എന്താ പറയാ, അതിനെ വേറെ രീതിയിൽ നമ്മൾ നോക്കി കാണുകയും നമ്മളുടെ ഫാമിലിയിലുള്ള മറ്റു ആൾക്കാർക്ക് ഈ സ്പിരിച്വാലിറ്റിയെ കുറിച്ച് അത്രയും മനസ്സിലാകാതെ വരുമ്പോൾ അവർ ആ ഒരു സിറ്റുവേഷനെ കാണുന്നത് ഇമോഷണൽ ആയിട്ടായിരിക്കും. അപ്പൊ നമ്മൾക്ക് ആ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസസും വളരെ കൂടുതലല്ലേ സാർ? അതെങ്ങനെ നമ്മൾ അവിടെ ചില തിരിച്ചറിവുകൾ വന്നാൽ മതി. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. കേരളത്തിലെ വളരെയധികം തിരക്കുള്ള ക്ഷേത്രങ്ങളിലൊന്നാണ് ശബരിമല, ഇല്ലേ? ശബരിമലയിൽ ഒന്ന് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ട് എത്രമാത്രം ഉണ്ടെന്ന് അറിയാമോ? ഇല്ലേ? ആ ബുദ്ധിമുട്ടെന്ന് സോറി, മറ്റൊരു വാക്ക് എനിക്ക് പെട്ടെന്ന് കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത്, ക്ഷമിക്കുക. ആ പരിതസ്ഥിതികളിലൂടെ, ആ സാഹചര്യങ്ങളിലൂടെ ആ ക്ഷേത്രത്തിൽ എത്തുന്നത് തന്നെയല്ലേ അതിനെ മഹത്തരമാക്കുന്നത്? തീർച്ചയായിട്ടും. ശബരിമലയുടെ അതേ വിഗ്രഹമുള്ള ക്ഷേത്രം ചിലപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്തും ഉണ്ടാകും, പക്ഷെ അതിനേക്കാളൊക്കെ എത്രയോ പവിത്രതയും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ശബരിമലയ്ക്ക് കൊടുക്കുന്നു. കാരണം ആ വിഷമതകളുള്ള ആ സാഹചര്യങ്ങളിലൂടെ അവിടെ എത്തിച്ചേരുക എന്നുള്ളത് തന്നെയാണ്. പലപ്പോഴും നമ്മുടെ സാഹചര്യവും കുടുംബജീവിതവും ഒക്കെ നമുക്ക് തരുന്നത് ഇത് തന്നെയാണ്. അതിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നു, അത്രയേ ഉള്ളൂ. കല്ലുമുള്ളും കാലിക്കും എത്താന്ന് പറയുന്നത് പോലെ. വളരെ വളരെ നല്ലൊരു ആൻസർ ആണ്. സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. മറ്റെന്തെങ്കിലും? 2 കാര്യങ്ങൾ പറയാം. നമ്മുടെ വെബിനാറുകൾ ഇനിയിപ്പോൾ ആഴ്ചയിൽ 1-2 വെബിനാറുകൾ തീർച്ചയായിട്ടും നമുക്കുണ്ടാകും. അപ്പോൾ നമ്മുടെ വെബിനാറിൻ്റെ ഗ്രൂപ്പിലേക്ക് നിങ്ങളുടെ ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ ഇൻവൈറ്റ് ചെയ്യാം. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഇന്ന് ഒന്ന് ഷെയർ ചെയ്യാം. ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്തേക്കാം, ഇന്നും നാളെയായിട്ട് ഷെയർ ചെയ്തേക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തികളിലേക്ക് ഒന്ന് അയച്ചു കൊടുക്കൂ. താല്പര്യമുള്ള വ്യക്തികളിലേക്ക് മാത്രം അയച്ചാൽ മതി. ഫ്രീ വെബിനാറുകൾ ധാരാളം ഉണ്ടാകും, ചില വിഷയങ്ങളിൽ പെയ്ഡ് വെബിനാറുകളും ഉണ്ടാകും. ഇഷ്ടമുള്ളവർക്ക് പങ്കെടുക്കാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തേക്കാം. അത്രയേ ഉള്ളൂ. മറ്റൊന്ന്, ലോ ഓഫ് അട്രാക്ഷൻ്റെ അടുത്ത ഒരു ബാച്ച് 1-ാം തീയതി തുടങ്ങുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൽ പങ്കെടുക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തേക്കാം. അല്ലെങ്കിൽ കോർഡിനേറ്ററുടെ നമ്പർ ഗ്രൂപ്പിൽ കൊടുക്കുക, എന്തെങ്കിലും ചെയ്യാം. താല്പര്യമുള്ളവർ വിളിക്കുക, അതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് അവിടെ കൊടുക്കാം. കുറേ മെഡിറ്റേഷൻസും ഒക്കെയുള്ള വളരെ ഗംഭീരമായിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷൻ്റെ ക്ലാസ്സാണ്. കാറ്റലിസ്റ്റ് എന്നുള്ള ക്ലാസ്സാണ്, 21 ദിവസത്തെ ക്ലാസ്സാണ്. താല്പര്യമുള്ളവർക്ക് അതിൽ പങ്കെടുക്കാം. ഡീറ്റെയിൽസ് എല്ലാം തരാം. എന്തായാലും ഗ്രൂപ്പ് വളരെ ആക്റ്റീവായിട്ട് നിലനിർത്തി ഞാൻ അഡ്മിൻ സൊള്ളിയാക്കിയിട്ട് തൽക്കാലം വെച്ചിരിക്കുന്നത് അവിടെ അനാവശ്യമായിട്ടുള്ള സംഭാഷണങ്ങൾ വന്ന് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഡിസ്കഷൻസ് വേണ്ട സമയത്ത് തീർച്ചയായിട്ടും ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തു തരാം. ഇന്ന് ഞാനിപ്പോൾ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തു തരാം. നമ്മൾ ഇന്ന് സംസാരിച്ച വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ എന്തെങ്കിലും ഡിസ്കഷൻസ് വേണമെങ്കിൽ ഗ്രൂപ്പിൽ നമുക്കത് തീർച്ചയായിട്ടും ചെയ്യാം, കേട്ടോ? എന്തോ? അപ്പോൾ ഇത്രയും സമയം വളരെ ക്ഷമയോടുകൂടി കേട്ടുതന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട്, അറിവുകൾ പകർന്നു തരുന്ന എല്ലാ ഗുരുനാഥന്മാരുടെയും പാതാരവിന്ദങ്ങളിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് മറ്റൊരു വേദിയിൽ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു.